ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ അതിഥികൾ സാഹസം എന്ന സിനിമയിൽ അതിസാഹസികമായി അഭിനയിച്ച 3 പേരാണ്. നരേൻ ചേട്ടൻ, സജിൻ ചേട്ടൻ, ശബരീഷ് ചേട്ടൻ. ഇവരുടെ 3 പ്രത്യേകത ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ 3 ട്രെൻഡ് സെറ്റർ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഫോർ ദ പീപ്പിൾ, തണ്ണീർമത്തൻ ദിനങ്ങൾ, തണ്ണീർമത്തൻ ദിനങ്ങൾ ആൻഡ് പ്രേമം. ഇതിനാണോ ഗവേഷണം വേണ്ടി വന്നത്? ആ, അതിസാഹസ്യമായി ഗൂഗിൾ ഗവേഷണം. അങ്ങനെ ഞങ്ങൾക്ക് അതൊന്നും തോന്നിയില്ല നിങ്ങൾക്ക്? ഇതിന്റെ ഗവേഷണത്തിന് ആവശ്യമുണ്ടോ? അല്ല, 3 പേരും അങ്ങനെ വന്നു എന്നുള്ളത് ഇതല്ലേ ട്രെൻഡ് സെറ്റർ സിനിമകളാണല്ലോ 3 സിനിമകൾ: പ്രേമം, തണ്ണീർമത്തൻ ദിനങ്ങൾ, ഫോർ ദ പീപ്പിൾ. പിന്നെ നരേൻ ചേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക ടിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ടിസ്റ്റ് ഒന്ന് തരണേ. ആദ്യം തന്നെ ടിസ്റ്റാണ്. ടിസ്റ്റിലൂടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കുറേ കഴിഞ്ഞിട്ടല്ലേ അത്? അല്ല, നരേൻ ചേട്ടൻ്റെ ഫോർ ദ പീപ്പിൾ മുതൽ നമ്മുടെ ഇപ്പം സാഹസം വരെയുള്ള ജേർണി ഒരു ക്രിക്കറ്റ് കളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാരാണെന്നുള്ളത് നിങ്ങളൊന്ന് പേരിൽ തന്നെ ഉണ്ടാവും. അതായത് ഫോർ ദ പീപ്പിൾ തൊട്ട് അല്ലേ ഇപ്പം സാഹസം നമ്മുടെ ഇപ്പം 8-ാം തീയതി അല്ലയോ റിലീസാവുന്നത്? ഫോർ ദ പീപ്പിൾ റിലീസായ വർഷം 2004 തൊട്ട് ഫെബ്രുവരി 18. സച്ചിനായിരിക്കും. അല്ലല്ല, സച്ചിനല്ല. ക്ലൂ തരാം. ചേട്ടന് മനസ്സിലായോ? പിന്നെ ആ, ക്ലൂ തരാം. എന്റെ പേരിൽ തന്നെ ഉണ്ട് ക്ലൂ. നരേൻ കാർത്തികേയൻ അല്ല, അത് മറ്റേ ഞാനത് കാണിച്ചേക്കാം. സുനിൽ ഗവാസ്കർ. ഓ, സുനിൽ എന്നുള്ള പേര് അറിയാലോ. നരേൻ എന്നുള്ള പേരും അറിയാം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ കാണിച്ചു തന്നേക്കാം. അതെ, ഓ സുനിൽ നരേൻ. ചേട്ടൻ്റെ അന്നത്തെ പേര് സുനിൽ. അന്നത്തെ പേര് ഇന്നത്തെ പേര് ഇപ്പോൾ നരേൻ. അപ്പോൾ സുനിൽ നരേൻ. ഇപ്പോൾ അതെങ്ങനെയുണ്ട്? ആ ഗവേഷണത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പാടില്ല. അപ്പം ആ ടിസ്റ്റ് ഏകദേശം പൊളിഞ്ഞ സ്ഥിതിക്ക് താഴെ വെക്കാം. സുനിൽ നരേൻ്റെ എക്സ്പ്രഷനിൽ ഇരിക്കുമോ നിങ്ങളെല്ലാവരും? ചേട്ടാ, ഈ സുനിൽ എന്നുള്ള പേരിൽ നിന്ന് നരയൻ എന്ന പേരിലേക്ക് ഉള്ള സാഹസികമായ യാത്ര വേണം. ഈ ലോകത്തിന് അറിയണം. ലോകം അറിയണം. അതന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആക്ച്വലി അത് ഭയങ്കര ഒരു സാഹസം തന്നെയായിരുന്നു. നമ്മൾ സ്വന്തം പേര് മാറ്റുക എന്ന് പറയുന്നത് ആക്ച്വലി ആലോചിച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അത് വേറെ ഒന്നുമില്ല. ഞാൻ +2 സെൻറ്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്, തൃശ്ശൂർ. 8 സുനിൽകുമാർ ഒറ്റ ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അന്ന് തീരുമാനിച്ചാൽ സിനിമയിൽ വരുമ്പോൾ പേര് മാറ്റും. കാരണം സുനിൽകുമാർ R, അപ്പോൾ ആറാകുമ്പോൾ ലാസ്റ്റ് R. ഇതിങ്ങനെ വന്ന് സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ സിനിമയിൽ വരുമ്പോൾ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ലൊക്കേഷനിലുണ്ടാകും കുറേ സുനിൽ. അപ്പം അങ്ങനെ ഞാൻ ഫോർ ദ പീപ്പിൾ എത്തിയപ്പോൾ ജയരാജ് അടുത്ത് പറഞ്ഞു, സാർ ദേവി ഇതെൻ്റെ പേര് മാറ്റണം. പറഞ്ഞു, സുനിൽ എന്നുള്ള പേരിൽ ആർട്ടിസ്റ്റ് ഇല്ലല്ലോ. സുനിൽ നല്ല ഞാൻ പറഞ്ഞു, സാർ സുനിലിനൊരു ഐഡൻറ്റിറ്റി ഇല്ല, അതൊക്കെ തോന്നലാണെന്ന് പറഞ്ഞു. അത് മിസ്സായി. അച്ഛൻ്റെ സത്യൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. സത്യൻ സാറാണ് 9th ആരെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തത് പല പേരിൽ നിന്നും. അപ്പോൾ സത്യൻ സാർ പറഞ്ഞു, എന്താണ് ഫുൾ നെയിം? ഞാൻ പറഞ്ഞു, സുനിൽ കുമാർ. പോരെ. ഞാൻ പറഞ്ഞു, കുമാറുള്ളതുകൊണ്ടാണ് ഇതന്നെ ഞാൻ മാറ്റുന്നത്. ഇപ്പോൾ ബാറ്റ്സ്മാൻ സുനിൽ നമ്മൾ പറയില്ല, പക്ഷേ ഗവാസ്കർ രണ്ടാമത്തെ പേരിന് ഒരു ഐഡൻറ്റിറ്റി. സുനിൽ ഗവാസ്കർ, സുനിൽ ജോഷി. ഇപ്പോൾ നടൻ സുനിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല. പക്ഷേ സുനിൽ ദത്ത് അല്ലെങ്കിൽ സുനിൽ ഷെട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സെക്കൻഡ് പേരിന് ഒരു ഐഡൻറ്റിറ്റി. ഇത് കുമാറിനൊരു ഐഡൻറ്റിറ്റി എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ അത് മിസ്സായി. അങ്ങനെ ഞാൻ പക്ഷേ ഇതിന് മുമ്പ് അപ്പം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം ഈ ബാച്ചിലറായിട്ടുള്ള സമയത്ത് ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഫിക്സ് ചെയ്തൊരു പേരാണ് ധനുഷ്. ധനുഷ്. അങ്ങനെ ഞാൻ ഇങ്ങനെ അപ്പോൾ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് കുട്ടിക്ക് 28 പേരിടുകയെന്ന് പറഞ്ഞു. 28 വയസ്സ് ധനുഷ് എന്ന് പേരിട്ടുകൊണ്ടിരിക്കുക. അപ്പം ധനുഷ്. അപ്പോൾ ചിലർ ധനുഷ് എന്നൊക്കെ ആരെങ്കിലും പേരാണ് അതൊരു ധനുഷ്. അപ്പോഴാണ് സെൽവരാഘവനെ എനിക്കറിയായിരുന്നു. സെൽവരാഘവൻ്റെ ഫസ്റ്റ് ഫിലിം പുള്ളി അച്ഛൻ തുടങ്ങി വെച്ച പടം തുള്ളുവതോ ഇളമേ എന്ന് പറഞ്ഞ പടം പുള്ളി ഷൂട്ട് ചെയ്ത് അത് ആവിഡിൽ കാണിക്കുക, റഫ് എഡിറ്റ് കാണിക്കുക എനിക്ക്. അപ്പോൾ പുള്ളിയും ചാൻസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഡയറക്ഷൻ സൈഡിൽ. ഞാനും ഈ സൈഡിൽ വന്ന് നമ്മളെപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയ ഒരു സമയത്ത് അതിന് ശേഷമുള്ള റീയൂണിയൻ ഞാൻ കണ്ടു. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ, ഞാൻ ചോദിച്ചു ഇതൊക്കെ ആരാണ്? പറഞ്ഞു, ഐ എം ഇൻട്രൊഡ്യൂസിങ് മൈ ബ്രദർ. ഓ, എൻ്റെ പേര് വെങ്കട് പ്രഭു എന്നാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ. അപ്പോൾ പടത്തിന് ധനുഷ്ണോ? ഞാനാകെ വിഷമമായിപ്പോയി. അത് ഞാൻ എനിക്കിട്ട പേര്. പുള്ളി പറഞ്ഞത് അനൗൺസ് ചെയ്ത് റിലീസാവാറായി പടം. എൻ്റെ പേരല്ലേ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ധനുഷ് എന്ന്. ഇതൊന്ന് ചാൻസ് കിട്ടേണ്ടത് ധനുഷിലെത്താൻ. അങ്ങനെ അത് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ വന്ന് ഒരുപാട് ആലോചിച്ച് എത്ര വർഷങ്ങൾ പേരുകൾ. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തമിഴിൽ വന്നല്ലോ. തമിഴിൽ വന്ന സമയത്ത് ഇതുപോലെ പിന്നെയും ഇതുപോലെ എവിടെയോ ബാംഗ്ലൂർ എവിടെയോ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറേ പേര് പെട്ടെന്നൊരു പേര് കിട്ടി. ഓക്കെ, ഫിക്സ് ചെയ്തു, ആര്യൻ.
ആര്യ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാൻ അസോസിയേറ്റ് എടുത്ത് പറഞ്ഞപ്പോൾ ഏയ് അന്ത പേരിൽ ഇന്നൊരുത്തം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈശ്വരൻ ഇനി അതാരാ നോക്കിയപ്പോൾ ആര്യ. ആര്യാന്ന് പറഞ്ഞ ഒരുത്തം പന്നുണ്ടെന്ന്. അപ്പോൾ അവനെ വിളിച്ചു വിടാ, നീ അവൻ്റെ പേര് വേറെ, നീ പേര് മാറ്റി. എടാ ജീവ സാർ പേര് മാറ്റി ആര്യ. ഓടാ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു എടാ അതിപ്പോൾ എൻ്റെ പടം അടുത്ത ആഴ്ച റിലീസാണ്, നീ എന്ത് പറയണോ അത് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട പിന്നെ ഞങ്ങൾക്ക് ഈ ടൈറ്റിൽ കാർഡ് വരാനുള്ള സമയമായി, ഇത് കൊടുക്കാനുള്ള സമയമായി. ചിത്രം പേസ്തടി ഇറങ്ങാൻ പോവുക. മിഷ്കിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും. മിഷ്കിൻ പറഞ്ഞു നീ എന്ത് പേരും കൊണാപ്പ് പേരൊന്നും ഇതാക്കരുത്, നീ എന്തെങ്കിലും ഒരു പേര് എനിക്ക് നീ സമയമില്ല, നീ നാളെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ഒരു കക്ഷിയുടെ മുമ്പിൽ പോയിരുന്നു. അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ പേര് ഇതാക്കണം. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പേര് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ റാൻഡം. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തൊക്കെ പേരുകൾ. ഞാൻ ചില പേരുകളൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ മനസ്സിൽ നരേൻ എന്നുള്ളൊരു പേര് വെച്ചു, നരേൻ. അപ്പോൾ പുള്ളിയും പറഞ്ഞു നരേൻ. 2-3 പേരുകളൊക്കെ ഓക്കെ ആയിട്ട് തോന്നി പുള്ളിക്കും. ഞാൻ ഇത് നമുക്കറിയില്ല ഏതാണ്, ഇതൊരു നിമിത്തം വെച്ചിട്ടാണ്. അങ്ങനെ ബൈക്ക് എടുത്ത് അന്ന് സ്പ്ലെൻഡർ ഉണ്ട്, ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൽ വന്ന് ഞാൻ ചെന്നൈയിൽ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു പെട്രോൾ ബങ്ക് ഉണ്ട്. അവിടെ പെട്രോൾ അടിക്കാൻ നേരത്ത് വലിയൊരു ഹോർഡിങ് അവർ പോസ്റ്റർ പേസ്റ്റ് ചെയ്ത് ലാസ്റ്റിലാണ് ഫേസും ഇയാളുടെ പേരും എഴുതിയത്, നരേൻ കാർത്തികേയൻ. അതെനിക്ക് നിമിത്തമായിട്ട് തോന്നി. ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ലല്ലോ ഈ പേര്, അതേ സ്പെല്ലിങ്. അങ്ങനെ ഫിക്സ് ചെയ്തു നരേൻ. ഉടനെ മിഷ്കിനെ വിളിച്ചു. ആദ്യം വിളിക്കേണ്ടത് ഇന്ന് രാത്രി മച്ചാ എന്നടാ പേര് കടിച്ചു എന്നാ നരേൻ. ഓക്കെ കട്ട് ചെയ്തു. പക്ഷേ ഇല്ല, അവൻ കട്ട് ചെയ്തു. ഞാൻ ഉടനെ വിളിച്ചു എന്നാ മച്ചാ ഞാൻ പുതു പേര് നരേൻ. ഓക്കേടാ കട്ട്. ഞാൻ വീണ്ടും എന്റെ പുതിയ പേര് ഒന്ന് ഫീൽ നമുക്കൊരു ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് പറയില്ലേ, ഒരു ഫീല് വേണ്ടത്. അങ്ങനെ അയാൾ പറഞ്ഞു ഡോണ്ട് കീപ് ദ ഫോൺ വെയിറ്റ് വെച്ചാൽ മൈ ന്യൂ നെയിം ഈസ് നരേൻ. അപ്പോൾ അവൻ ഓക്കെ പോതുമാ ഓക്കെ അല്ല ഓക്കേടാ ഹൗ. അങ്ങനെ വീണ്ടും പിന്നെ അമ്മേനെ വിളിച്ചു. അതേ രസമായിരുന്നു. അമ്മേനെ വിളിച്ചു. അമ്മയെ പേര് കിട്ടി, അവരിട്ട പേര് നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞു. അമ്മയെ പേര് കിട്ടി. എന്താണ് പേര്? നരേൻ എന്നാണ്. എന്ത് നരേൻ? നീ എന്താണ് പറയണത്? അമ്മേൻ്റെ പുതിയ പേരാണ് നരേൻ. നീ തമിഴ്നാട്ടിൽ തന്നെ. ഞാനൊരു മിനിറ്റ് എല്ലാവർക്കും അമ്മ പറയാം, ഞാനൊരു മിനിറ്റ് അച്ഛന് ഫോൺ കൊടുക്കാം. അച്ഛൻ പറഞ്ഞു എന്താ അച്ഛാ എനിക്ക് വാട്ട് ഇസ് ഇറ്റ്? നരേൻ എന്നാണ്. വാട്ട് നരേൻ? ആർ യു മാഡ്? ഇനി ഇതാണോ നീ ഞങ്ങളുടെ അടുത്ത് ഇത്രയും കാലം ഒരു ഇടിവെട്ട് പേര് തപ്പണം? ഇടിവെട്ട് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ എന്താ പറയുക. ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ശരിക്കും മലയാളത്തിൽ ഈ പേരില്ല എന്നുള്ളത് ഞാൻ ഓർത്തില്ല. തമിഴ് അല്ല നരേൻ എന്ന് മാത്രമേ നരൻ എന്നാണ്. നരൻ ഇറങ്ങി നരൻ. അപ്പോൾ ഭയങ്കര ഹിറ്റ് വേണം. ആ പടവും ഇറങ്ങി ഹിറ്റാണ് കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അത് എന്നിട്ട് ഞാനിതിട്ട് അങ്ങനെ അപ്പം പിന്നെ അത് കൊടുത്തു. ഇതാണ് നരേൻ എന്നുള്ളത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അന്ന് എല്ലാവരും ഇതിന് നരൻ പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്യുന്ന പടം ക്ലാസ്മേറ്റ്സ് ആണ് ആ പേരിൽ. ഞാനും പൃഥ്വിയും ജയനും ഇന്ദ്രനൊക്കെ ആയിട്ടിരിക്കുന്ന നേരത്ത് പിള്ളേർ വന്നിട്ട് നോക്കുമല്ലോ അങ്ങനെ. അപ്പം എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് ഒരു പയ്യൻ വന്നിട്ട് ചേട്ടാ പേരെന്താ? ഞാൻ പറഞ്ഞു നരേൻ എന്നാണ്. ഇതാ പുള്ളിയല്ലടാ ആരോ എന്ന് വെച്ചാൽ സുനിലല്ല ഇതല്ല. അവർക്കൊരു ഡൗട്ട്. അങ്ങനെ അമ്മ ഇതുപോലെ പടം കാണാൻ നേരത്ത് അതുപോലെ ഒരാൾ അടുത്തിരുന്നിട്ട് പറയായിരുന്നു ഇങ്ങനെ ഇയാൾ അച്ചുവിൻ്റെ അമ്മയിൽ വന്ന ആളാണ്. അപ്പം അമ്മ പറഞ്ഞു അതെ അതാണ്. ഉറപ്പാണോ? അയ്യോ അതെൻ്റെ മോനാണ്. അപ്പോൾ അല്ല ഇപ്പം വേറെ എന്തോ ഒരു പേരാണ്. പറഞ്ഞു അതൊരു വേറെ എന്തോ പേരല്ലേ, കിട്ടുന്നില്ല അത്. അപ്പോൾ ആ ഒരു പേരിനൊരു പ്രശ്നം എനിക്ക് അൺയൂഷ്വൽ ആയതുകൊണ്ട് പിന്നെ ഒരു ധൈര്യത്തിൽ നമ്മളങ്ങ് ഇടുക എന്നുള്ളത്. കാരണം ഈ പേരിൻ്റെ ഇതുണ്ടല്ലോ, അതായത് നിവിൻ പോളി എന്നുള്ള പേര്, ഇത് പലർക്കും അറിഞ്ഞൂടായിരുന്നു. അതായത് പ്രേമം ഇറങ്ങുന്നതിന് മുമ്പ് ഇവൻ CCയിലൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ 50 ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ കമൻറ്റേറ്ററിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിതിൻ പോളി അതാ 50 അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇത്. അവസാനം പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇത് നിതിൻ പോളിയല്ല, നവീൻ പോളിയല്ല, ഞങ്ങളുടെ നായകൻ്റെ പേര് നിവിൻ പോളിയാണ്. ഇപ്പോഴും ഫേസ്ബുക്കിൽ അത് കിടക്കുന്നുണ്ട്, അൽഫോൺസിൻ്റെ പോസ്റ്റ്. ഞങ്ങളുടെ നായകൻ്റെ പേര് നിവിൻ പോളി. നിവിൻ എന്ന് പറയാനൊന്ന് മലയാളികൾക്ക് അറിഞ്ഞൂടായിരുന്നു. കാരണം ഒരു റെയർ പേരാണത്. നിവിൻ എന്നുള്ളൊരു പേര് ഉണ്ട്. എൻ്റെ പരിചയത്തിൽ 3 പേരുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അന്ന് പരിചിതമായിട്ടുള്ള ഒരു പേരായിരുന്നില്ല. അതേപോലെ അതിന്റെ
നവീൻ ഉണ്ട്, നെവിൻ നിതിനുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ആ പോസ്റ്റ് അങ്ങനെ അൽഫോൺസ് ഇട്ടത്. എന്റെ പടത്തിലെ നായകന്റെ പേര് നിതിൻ പോളിയല്ല, നവീൻ പോളിയല്ല, നിവിൻ പോളിയാണ്. അപ്പൊ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ തന്നെ പറയേണ്ട ഒരു ഇതായിരുന്നു. വേറെ എന്തൊക്കെ പേരാണ് എനിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്? വേറെ അതല്ല, അപ്പൊ എനിക്കിപ്പോഴും പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ച് പ്രായമുള്ള ചേട്ടൻ ഇനി ആൾക്കാർ പേര് മാറ്റാനുള്ള ഉദ്ദേശമുണ്ടോ? ഇല്ലല്ലേ. അപ്പം നമുക്ക് വീണ്ടും സാഹസത്തിലേക്ക് വന്നാൽ അല്ലേ, അതെ ഈ ഇതല്ലേ സാഹസം, ഇതിനേക്കാളും വലിയ സാഹസം. അതെ അതൊരു സാഹസം. നമ്മൾ ഏറ്റവും വലിയ സാഹസം നമ്മൾ സിനിമ ചൂസ് ചെയ്തു എന്നുള്ളതാണ് സാഹസം. അതെ അതെ, സിനിമയിലേക്ക് വന്നതാണ് ഏറ്റവും ആദ്യത്തെ സാഹസം. ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ പാട്ടില്ലേ പൊളിമൂട്, അത് ഈ വട്ടം ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഈ ഓണം തൂക്കുവോ? ഓണം തൂക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെയ്തൊരു പാട്ടാണത്. തൂക്കുമോ എന്നുള്ളത്. പക്ഷേ ഈ തൂക്കുന്ന ആരാ? നമ്മളല്ലല്ലോ. നമ്മളൊരു പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇറക്കി, തൂക്കുന്ന ആരാ? നല്ലൊരു ജഡ്ജ്മെന്റ് ഇപ്പൊ കേൾക്കുമ്പോൾ പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉള്ള ഒരു പാട്ടാണ്. തൂക്കാവുന്ന എല്ലാം ഉണ്ട് അതില്. തൂക്കാനുള്ള എല്ലാം പിന്നെ ഉണ്ട്. ഇതേപോലെ അത് റംസാൻ അന്ന് 2 ദിവസം അത് ഷൂട്ട് ചെയ്യാൻ ഐ മീൻ സമ്മതിച്ചിരിക്കുന്നു. Credit to റംസാൻ. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് എന്താന്ന് വെച്ചാൽ A to Z അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് മനസ്സിലുണ്ട് അവന്. അവൻ ഒരു സ്ക്രിപ്റ്റ് നോക്കുക, ഒരു പേപ്പർ നോക്കുന്നു, ഒരു പേപ്പറിൽ എഴുതുകയോ ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അവനറിയാം എല്ലാം. ഓ ഈ സീനിൽ ഇങ്ങനെ 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 ഡയലോഗ് ഉൾപ്പെടെ അതിൽ സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളതാണ്. സ്റ്റെപ്പ്, ഷോർട്ട് ഡിവിഷൻ, അതെ അതെ, സ്റ്റെപ്പ്, ഷോർട്ട് ഡിവിഷൻ, ഡയലോഗ് എല്ലാം അത് കണ്ടായിരുന്നു. ഇങ്ങനെ മിന്നി മിന്നി മാറി മാറി പോവാണല്ലോ. ഒരു പൊട്ടൻഷ്യൽ ഡയറക്ടറാണ് റംസാൻ. അത് സമയം അതിൻ്റെ ഇടയിൽ മഴ പെയ്യുന്നു, മഴയുടെ പ്രശ്നം കാരണം നമ്മൾ 2 ദിവസത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇഷ്യൂസ്. പക്ഷേ ഇതൊക്കെ ഫാസ്റ്റ്. സാധാരണ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ നമ്മളൊരു സമയമെടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷെ അത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ്, വലിയ സെറ്റപ്പ്. അതെ അതെ, അത് ആ വിഷ്വല് കണ്ടേ വലിയ ബഡ്ജറ്റിലുള്ള ഒരു വലിയ സിനിമ തന്നെയാണല്ലേ. അത് തരകൻസ് ഹൗസ്. ഞാൻ ആ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സിനിമ നല്ല രീതിയിൽ ഇത്ര ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ തന്നെ അത് പറഞ്ഞില്ല. അതായത് ആ പാട്ട് ഷൂട്ട് ചെയ്ത് അതിന്റെ ഡയറക്ടർ റംസാൻ ആയിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായി. എന്റെ ഫുൾ കൊറിയോഗ്രാഫി എല്ലാം അദ്ദേഹം തന്നെ ആയിരുന്നു. റംസാന്റെ അസോസിയേറ്റ് അമൃത് ഇവരൊക്കെയാണ് ചെയ്തത്. അത് ഷൂട്ട് ചെയ്ത് ആനന്ദ് എന്ന് പറഞ്ഞ ആനന്ദിന്റെ ടീമാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ അവരുടെ ഒരു ഭയങ്കര കൂട്ടായ്മ ഭയങ്കര രസമായിരുന്നു മാത്രമല്ല, അവര് മനസ്സിൽ കണ്ട കാര്യങ്ങൾ അവർക്ക് എല്ലാവർക്കും എല്ലാം എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എനർജി മൊത്തം അവരിലുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ആ പാട്ട്. ഞാൻ പാട്ട് കണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ട്. പിന്നെ ചേട്ടനെ കിട്ടുവാണെങ്കിൽ ജനകോടികൾ എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. കൈദി 2-ന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? കൈദി 2 ഈ വരുന്ന അടുത്ത ഫെബ്രുവരി തുടങ്ങുകയാണ്. കൈദി 2 വേറെ ബെൻസ് LCU ആയിട്ട് കണക്റ്റഡ് ആണ്. ഇതും കൈദി 2-ഉം ബെൻസുമായിട്ട് അല്ല, കൈദി 2 ആയിട്ട് ബെൻസ് അല്ല, യൂണിവേഴ്സിലാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളൊരു സംസാരത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്, അറിയില്ല. പക്ഷെ ചേട്ടനെ കൊന്നില്ലേ? നോ, ഇല്ലില്ല, ആള് മരിക്കില്ല. ചേട്ടൻ മരിച്ചിട്ടില്ല. മറ്റേ ഇതാണല്ലേ ചിരഞ്ജീവിയോ? ഞാൻ സംശയം, പ്രേക്ഷകന്റെ സംശയം ഞാൻ ചോദിച്ചു. എപ്പം മരിച്ചു? ഇത് മറ്റേ പടത്തില് മരിച്ചിട്ടുണ്ട്. ചേട്ടൻ മരിച്ചിട്ടില്ല. അങ്ങനെ ഇന്നലെ ചർച്ച മരിച്ചിട്ടുണ്ട്. ചേട്ടന്റെ കൈ ഒടിഞ്ഞത് എങ്ങനെ? ചേട്ടന്റെ കൈ ഒടിഞ്ഞത് എങ്ങനെയാന്ന് അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചേട്ടൻ മറ്റൊരു കൊന്നില്ലേ? ജസ്റ്റ് മിസ്സാണ്. ഓക്കെ, ഞാനങ്ങനെ. അപ്പൊ ഞങ്ങൾ യൂണിവേഴ്സിൽ പ്രതീക്ഷിക്കും കേട്ടോ, ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. ഇനിയിപ്പോ എന്ത് പ്രതീക്ഷിക്കാൻ വരികയല്ലേ? അതാ പറഞ്ഞേ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പേര് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ശബരീഷ് വർമ്മ. ഞാൻ വേറെ പേരിടാൻ ഞാനിനി വേറെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിന്നെ എന്റെ പേര് തന്നെ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ ആൾക്കാർ ഇനിയിപ്പോ വേറെ ചെറുകയിൽ ഇവന്മാരൊക്കെ കളിയാക്കി. അതെന്താ മാറ്റാൻ? കോമൺ ആയിട്ട് ബിജു ചെറുകയിൽ വന്നതെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ വന്ന സമയത്ത് ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്ത് വരാണ്. ചെറിയ എന്റെ അഡ്രസ് എന്തോ കൊടുത്തു. തന്റെ പേരെന്താ ശരിക്കും? ഞാൻ ഒരു കാര്യം കൂടെ, ഫേസ്ബുക്ക് ഇട്ട് സുക്കർബർഗ് ഇട്ട് ചെറുകയിൽ സജിൻ ചെറുകയിൽ സുക്കർബർഗ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, സത്യ അന്തിക്കാട് സാറിന്റെ നാട്ടിലല്ലേ വീട്? എന്തുകൊണ്ടാ സജിൻ അന്തിക്കാട് ഇടാൻ? ഞാൻ ഒരു ഫീൽ ഗുഡ് കിട്ടിയല്ലോ.
എന്തുകൊണ്ടാണ് അല്ല ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ചൂസ് ചെയ്യുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇത് ഒരുപാട് സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ് ആണ്. അതെ അതെ, ഇതാണ് സോഷ്യൽ എനിക്ക് പേരിട്ട് സുക്കർബർഗ് ക്യാപ്ഷൻ കിട്ടി. സുക്കർബർഗ് ഇട്ട പേര് ചെറുകൈ. അപ്പൊ ചെറുകൈയിലേക്ക് ചെറുകയിലായിട്ട് ബന്ധമുണ്ട്. എന്റെ വീട്ടുപേരാണ്. അപ്പൊ നമ്മൾ അഡ്രസ് ആ ശരി ശരി, സംഭവം മനസ്സിലായി. അതായത് അവര് കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്യും നമ്മുടെ. അത് നമ്മൾ ഓർക്കുട്ടിന്ന് ഫേസ്ബുക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാലമാണ്. അപ്പൊ എന്റെ പേര് സജിൻ പി എന്ന് മാത്രമേ ഉള്ളൂ. ഇനീഷ്യൽ ഉണ്ടല്ലോ മലയാളികളുടെ, അവർക്ക് ആ പി എത്ര പോരാന്ന് തോന്നി. പി എന്നുള്ള പോരാ, സജിൻ പോരാ പോരാ എന്ന് തോന്നി. അപ്പൊ അങ്ങനെ അവര് ഓർക്കുട്ടിൽ സജിൻ പി ആയിരുന്നു. ഫേസ്ബുക്കിലേക്ക് വന്നപ്പോ അവർക്കത് പോരാ, അവർക്ക് എന്തോ ഒരു സംഭവം കൂടി വേണം അതില്. അപ്പൊ അവര് തന്നെ അത് ചൂസ് ചെയ്തിട്ടു. ഓക്കെ, നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആണല്ലോ എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ പറയൂ, സാഹസത്തിന്റെ വിശേഷങ്ങളിലൂടെ തന്നെ പോവാം. എങ്ങനെയുള്ള ഒരു സിനിമ, എന്താണ് ഈ സാഹസം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? തുടങ്ങിക്കോളൂ. പറയൂ. ചേട്ടൻ പറയൂ. ചേട്ടനല്ലേ ഫോർ ദ പീപ്പിൾ, ചേട്ടൻ പറ. എന്താണ് ബേസിക്കലി എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ ഫാസ്റ്റ് പേസ്ഡും, ഇപ്പോഴത്തെ ട്രെൻഡിൽ പറയുകയാണെങ്കിൽ ഒരു ജഗപൊക പടം എന്നുള്ള രീതിയിൽ ഒരു ഫൺ ഫിൽഡ് ഡാർക്ക് ഹ്യൂമർ ആയിട്ടുള്ളൊരു സംഭവം. ഇതൊരു കാര്യം എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത്. രണ്ടാമത് ഞാനിതിൽ ചെയ്യുന്നൊരു ക്യാരക്ടർ രാജീവ് നമ്പ്യാർ എന്നാണ് പുള്ളിയുടെ പേര്. അത് കുറേ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ, എനിക്ക് ഭയങ്കര ആസ്വദിച്ച് ചെയ്തൊരു ക്യാരക്ടറാണ് ഞാൻ. എനിക്കതൊരു പുതുമയായിരുന്നു. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ്. എനിക്ക് ഭയങ്കര അതൊരു സാഹസികമായൊരു. ക്യാരക്ടറിന്റെ പേരെന്തായിട്ട് പറഞ്ഞത്? രാജീവ് നമ്പ്യാർ. മറ്റേ കൈദിയിൽ ബിജോയ് നമ്പ്യാർ അല്ലേ? അല്ലല്ല, ബിജോയ് നമ്പ്യാർ ഒരു സംവിധായകനാണ്. അതിൽ ബിജോയ് മാത്രമേ ഉള്ളൂ. കൈദിയിലെ ക്യാരക്ടറിന്റെ ബിജോയ് നമ്പ്യാർ ഡയറക്ടറാണ്. അപ്പൊ അതൊക്കെയാണ് ഇൻട്രസ്റ്റ് ചെയ്തത് ചേട്ടൻ. എനിക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിൽ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് സാധാരണ നമ്മളൊരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഡയറക്ടറിനെ കാണുന്നു, നമ്മൾ റൈറ്ററിനെ കാണുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കാണുന്നു, അവർ കഥ നറേറ്റ് ചെയ്യുന്നു, പശ്ചാത്തലമൊക്കെ നറേറ്റ് ചെയ്യുന്നു, നേരിട്ട് കണ്ട് സംസാരിച്ച്. അതൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ ആദ്യത്തെ ഷൂട്ട്, എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിലാണ് ഞാൻ ഡയറക്ടറിനെ പരിചയപ്പെടുന്നത്. കാരണം അത്രയും പെട്ടെന്ന് എല്ലാം ഫോണിലായിരുന്നു. അപ്പോൾ എനിക്ക് കഥയൊന്നും അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാനോ പറയാനോ, എല്ലാം സ്ക്രീൻ പ്ലേക്ക് അയച്ചു തന്നിരുന്നു. എങ്കിലും ഞാൻ വേറൊരു സിനിമയുടെ ഷൂട്ടിൻ്റെ സെറ്റിലായിരുന്നു. എനിക്കത് വായിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഫിലിം സ്കൂളിലൊക്കെ പഠിച്ചിരുന്നുകൊണ്ട് ആദ്യമൊക്കെ ഒരു തിരക്കഥ വായിക്കുക, ഓക്കെ തിരക്കഥ വായിച്ച് ആ തിരക്കഥയെ വിലയിരുത്തിക്കൊണ്ട് ഈ സിനിമയെ വിലയിരുത്തുക എന്നൊക്കെയുള്ളൊരു ജാട എനിക്കുണ്ടായിരുന്നു ആദ്യം. അതെല്ലാം പോയി സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി ഈ തിരക്കഥ വായിക്കലും തിരക്കഥ വിലയിരുത്തലും അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പടം വിജയത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് സ്റ്റെപ്പുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ നോക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടർ ഈ പടത്തിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത് മാത്രമേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഒരൊറ്റ കാര്യം അത് മാത്രമാണ്. കാരണം വേറൊരു കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ അത് തിരക്കഥയിൽ കയറി ഇടപെടേണ്ട കാര്യം എനിക്കില്ല. എന്നെ അഭിനയിക്കാനാണ് വിളിച്ചത്, ആ ക്യാരക്ടറിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആകെപ്പാട് ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ചത്, എൻ്റെ ഡയറക്ടറായിട്ടുള്ള ബിബിൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ ക്യാരക്ടർ എന്താണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സാം എന്നാണ്. ഇതൊരു IT പ്രൊഫഷണൽസിൻ്റെ ഒരു കഥയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ്. കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലർ ആയതുകൊണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ സ്പേസ് എന്താണ്, ഈ കഥയുടെ പ്രധാനമായിട്ടുള്ള കോറായിട്ടുള്ള കഥയിൽ എൻ്റെ സ്പേസ് എന്താണ്, അത് പുള്ളി പറഞ്ഞു തന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അതൊരു രസമായതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ പടത്തിലേക്ക് അട്രാക്റ്റ് ആവാനുള്ള കാര്യവും വരാനുള്ള കാര്യവും. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് എന്നെ ബിബിൻ വിളിച്ചിരുന്നു. സിനിമ നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് വിളിച്ച് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നില്ല ആ സമയത്ത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു, മൊത്തത്തിലുള്ള കാസ്റ്റൊക്കെ വേറെ ആയിരുന്നു. ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലായിരുന്നു ഈ സിനിമയുടെ. ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻജോയ്, ഇത് മൊത്തത്തിലൊരു ജഗപൊക പരിപാടിയാണെന്ന്, അങ്ങനെ ചെയ്യാൻ നമുക്ക് എപ്പോഴും താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ പക്ഷേ പിന്നീട് ബിബിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ആ പടം നടക്കില്ല, ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് വന്നു, പക്ഷേ ഈ പടം ഞാൻ വീണ്ടും ഓണാക്കും, ഞാൻ വീണ്ടും വിളിക്കും എന്ന് പറഞ്ഞാൽ ഞാനത് വിട്ട് ഒരു വർഷത്തിന് ശേഷം ബിബിൻ വീണ്ടും വിളിക്കുകയാണ് സെയിം ക്യാരക്ടറിന് വേണ്ടിയിട്ട്.
അപ്പോഴാണ് ഞാൻ ക്യാരക്ടർ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നേരിട്ട് ഈ ഇഷ്യൂവിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇതിലെ ടോട്ടൽ കഥാപാത്രങ്ങൾക്ക് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ഞാൻ ഈ ഇഷ്യൂവിൽ യാതൊരു ബന്ധവും എനിക്കില്ല എന്നാണ് വെപ്പ്. പക്ഷെ ഇയാളാണ് ഏറ്റവും നിസ്സഹായൻ. കാരണം ഇയാളിട്ട കോസ്റ്റ്യൂം വരെ ഇയാളെ നിസ്സഹായനാക്കുന്നൊരവസ്ഥ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഫണ്ണിയായിട്ട്. എൻ്റെ കോർ സംഭവം നടക്കുന്ന ഒരു രാത്രി വെളുക്കുന്ന ആ ഒരു ദിവസത്തിലാണ് നടക്കുന്നത്. ഒരു ദിവസത്തെ പരിപാടിയാണോ? മൊത്തത്തിൽ അങ്ങനെയല്ല, പക്ഷെ അതിന്റെ മെയിൻ സംഭവം നടക്കുന്നത് ഒരു 24 hours അതിലാണ് നടക്കുന്നത്. ഇപ്പൊ പാട്ടൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളി മൂഡ്. അത് നമ്മള് ഇതിനു വേണ്ടി ഒരു പ്രൊമോ വീഡിയോ ചെയ്തതാണ്. അത് പടത്തിലുണ്ടാവില്ല ആ പാട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു മൂഡ് തന്നെയാണോ ഇപ്പൊ ജോണർ അങ്ങനെ ഒരു വൈബ് പരിപാടി? ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷകരോട് പറയുന്നൊരു കാര്യമാണ്, അതിൽ കഥ പറയാണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആ പാട്ട് ശരിക്കും കാണണം കൂടി ഒന്ന് ഒരു 5-6 പിടി പിടിക്കണം ആ പാട്ടിൽ വ്യക്തമായിട്ടൊന്ന് ചെയ്ത് അത് പറയാണ്ട് പറയുന്നുണ്ട്. കാരണം അതിലെ മെയിൻ ക്യാരക്ടേഴ്സും മെയിൻ സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ്, മഗ്ഗഫിൻ എന്ന് പറയും. അതെന്തൊക്കെയാണ്, കാരണം ഞാനത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പടമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, എന്താണ് മഗ്ഗഫിൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അത് ആ പാട്ടിൽ കാണിക്കുന്നില്ലെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ പാട്ടിൽ. ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്ത ഏത് മൂടെന്നുള്ള പാട്ടിൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടത്തിൻ്റെ ഏകദേശ രൂപം കിട്ടും. പക്ഷേ പടം കണ്ടാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂ. അതെ, കാരണം ഇതിൽ വേറെ 1-2 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിലൊരു ഈ IT ഫീൽഡ് മാത്രമല്ലാണ്ട് ഇതിലൊരു ഡോൺ സെറ്റപ്പും ഒരു ഡോൺ വേറെ ഫേസ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് കുറച്ച് 7ഓളം പാട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള വളരെ. അത് മ്യൂസിക്കലാണ് പടം. മ്യൂസിക്കലാണ്, ആക്ഷനാണ്, അങ്ങനെ ഹ്യൂമറാണ്. എന്ന് മാത്രമല്ല ഒരു ഓട്ടമാണ്. ചേട്ടാ ഇതില് സ്ക്രിപ്റ്റിൽ തന്നെ ഇതിന്റെ മ്യൂസിക്കിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ അത് പറഞ്ഞു പറ്റൂ. ഈ ബിപിൻ അയാളുടെ ഫസ്റ്റ് 21 grams എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. ഇയാളത് അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അനൂപും ബിപിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അനൂപ് വഴിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അല്ലല്ല, വേറെ ഒരു ഫ്രണ്ട് അനൂപ്. അപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ വിത്ത് മ്യൂസിക്കാണ് നറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത്. അപ്പം ഇതിങ്ങനെ പോയി ഞാൻ ഈ സബ്ജക്റ്റ് ആയിട്ട് പോയി ചോദിച്ചു, 75-80 ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ നമ്പർ ഓഫ് കോൾ ഷീറ്റ്സ് ഇവർ നോക്കിയപ്പോൾ 45 ദിവസം കൊണ്ട് തീർക്കപ്പെടും. അതിന്റെ വലിയൊരു കൈയടി ശരിക്കും പറഞ്ഞാൽ ആൽബി ചേട്ടനാണ് ഇതിന്റെ ക്യാമറ. അതെ, അവരുടെ ഒരു സിങ്കും. അല്ലെങ്കിൽ ഇത് ഇതൊരു എക്സാമ്പിൾ. ഇത് പടം കണ്ടിട്ട് ഇത് 45 ദിവസം കൊണ്ട് ഒരിക്കലും എത്ര ആർട്ടിസ്റ്റുകളുണ്ട്, വലിയൊരു പരിപാടിയോ ഒരുപാട്. ഒരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർ അടിച്ച് ഞാനൊരു സീനുണ്ട്. അതായത് ഒരു 7 പേജുള്ളൊരു സീൻ. അപ്പം അതിൻ്റെ അകത്ത് ഞങ്ങൾ അഭിനയിക്കാൻ ഞാൻ സജിനുണ്ട് ആ സീനിൽ. ഇപ്പോൾ സജിൻ വരുന്ന 6ാമത്തെ പേജിലാണ് സജിൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പം ഞാൻ രാവിലെ 9:00 ഷൂട്ട് തുടങ്ങി നമ്മൾ. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 3 മണിയാകുമ്പോഴേക്കും സജിൻ്റെ ഷോട്ടാവും. അപ്പോഴൊക്കെ ഡ്രസ്സ് ചെയ്താൽ മതി ഞാനൊന്ന് ഉറങ്ങാം വിചാരിച്ചിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ, ഊണിന് മുമ്പ് തന്നെ സജിൻ്റെ ഷോട്ടും പെട്ടെന്ന് അത് നമ്മളൊരു 6 മണിക്കൂർ 5 മണിക്കൂറിൽ തീർക്കേണ്ട ഒരു സീൻ ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂറിൽ തീർത്ത്. അത് എന്ന് പറഞ്ഞാൽ തീർത്തു എന്നുള്ളതല്ല, ഷോർട്ട് ഡിവിഷന്റെ പ്ലാനിങ്ങിന്റെ ഒരു ക്വാളിറ്റിയാണ്. അത് ആൽബിച്ചേട്ടൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ഈ പ്രഷർ അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് തീർക്കാൻ ഇതൊന്നും ഇവരുടെ മുഖത്തിൽ ഈ ഡയറക്ടർ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, പുറത്ത് കാണിക്കില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ഭയങ്കര കൂളാണ്. ആൽബി അതുപോലെ ഭയങ്കര ഫാസ്റ്റുമാണ്. സോ അതൊരു ഭയങ്കര അവർ തമ്മിലുള്ള കോർഡിനേഷൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ വേറെ ആർട്ടിസ്റ്റുകൾ ഇതിൽ ബാബു ആന്റണി ചേട്ടനുണ്ട്, യോഗ് ജപ്പി ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ റംസാൻ, കുറേ പേരുണ്ട്, ബൈജു ചേട്ടനുണ്ട്, ഭഗത് മാനുവൽ, കുറേ ഗൗരി, വർഷ, ജീവ, കാർത്തിക്, ഹരീഷ്. അങ്ങനെ ഫുൾ ഒരു വൈബ് മൂഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റേ ഒരു ന്യൂജൻ എല്ലാത്തിൻ്റെ ഒരു. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഒരു സിനിമയുടെ വൈബായിരിക്കും അതിന്റെ സെറ്റിന് എന്നൊക്കെ നമ്മളിപ്പോഴും സിനിമാക്കാരുടെ ഇന്റർവ്യൂകളിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അത് കൃത്യമായിട്ട് അനുഭവിക്കുന്നത് സാഹസത്തിലാണ്. ചില സമയത്ത് ചില സീക്വൻസുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ പടം മൊത്തം അങ്ങനെ ഒരു സംഭവം രസമായിരുന്നു. പ്രോസസ്സ് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്താണ്. എന്താണുള്ളത് ഇവരെ എനിക്ക് ഇപ്പം പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോഴേ ഇവരെ എനിക്ക് ചെറിയ പരിചയമുള്ള കണ്ടിട്ടുള്ളത് കൊണ്ടും
ഇപ്പം നാരായണ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക, പുള്ളി ഇങ്ങനെ കൈതിയിൽ തോക്കൊക്കെ ഇട്ട് വരുന്നു. അപ്പോൾ ഇനി പുള്ളി എങ്ങനെയായിരിക്കും? അപ്പം ഞാൻ എന്നിട്ട് രണ്ടുപേരോടൊക്കെ ഡൗട്ട് ചെയ്തു. ഉണ്ട്. അപ്പം പുള്ളി പുള്ളിയോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, പുള്ളി ഒരു ജെന്റിൽമാനാണ്. അപ്പം ഞാൻ എന്നിട്ടും പേടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നൊരു 5 മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി ഞാൻ ഓക്കെ. അല്ല അത് മാത്രമല്ല, വേറൊരു തമാശ എന്താ വെച്ചാൽ ഞാൻ നാരായണ ചേട്ടനായിട്ട് സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, നിങ്ങൾ കോമഡി ചെയ്യേണ്ട ആളാണുള്ളൂ എന്ന്. ഞാൻ അതിനുശേഷം പിന്നീട് ഞാൻ അതിലൊരു സീൻ കണ്ടു, മറ്റേ കർട്ടൻ മാറ്റി നോക്കുന്ന ഒരു സീൻ. ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര കോമഡി ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു കോമഡി വേറെ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ഉള്ളതാ ഇതിന് മുമ്പ്. അങ്ങനത്തെ ഇല്ല, കവി ഉദ്ദേശിച്ചതിലൊരു കവി ആ പോഷൊക്കെ അടിപൊളിയായിരുന്നു കവി ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു വേറൊരു സംഭവം. അപ്പോൾ ഞാൻ വേറെ ചോദിക്കാം, അപ്പോൾ ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണല്ലോ. അതെ. അപ്പം ഇപ്പം പടങ്ങൾ ഇപ്പം നമ്മുടെ ചോട്ടാ മുംബൈ റിലീസാവുന്നു, ഭയങ്കര വൈബൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ വരുന്നു, എല്ലാവരും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു പടമായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന പടങ്ങളിൽ ഒന്നായിരുന്നു ചോട്ടാ മുംബൈ റിലീസ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പടം, ഏത് ലാംഗ്വേജും ആകും, ചേട്ടനപ്പോൾ ഒരു ചെയ്തിട്ടുള്ളതുകൊണ്ട്, അപ്പോൾ അങ്ങനെ റീ റിലീസായി കാണണമെന്നുള്ളൊരു താല്പര്യമുള്ളൊരു പടം, അതിൻ്റെ കാരണവും കൂടെ. ഞാനോ? ആരെങ്കിലും തുടങ്ങി. എനിക്ക് റീ റിലീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം തിങ്കളാഴ്ച നിശ്ചയം തിയേറ്ററിൽ റിലീസ് ചെയ്യാതിരുന്നൊരു സിനിമയായിരുന്നു. അത് നേരിട്ട് OTT-യിൽ വന്ന് പിന്നെ ഫെസ്റ്റിവലുകളിലൊക്കെ ആഘോഷിക്കപ്പെട്ട സിനിമയായിരുന്നു. അന്ന് ഒരുപാട് പേര് പറഞ്ഞത് തിയേറ്ററിൽ റിലീസായിരുന്നെങ്കിൽ നന്നായി പോയേനെ എന്ന് ഒരുപാട് പേര് പറഞ്ഞ സിനിമയായിരുന്നു. അതൊന്നും എനിക്ക് തിയേറ്ററിൽ ഈ IFFK-ൽ ഇത് വന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. അന്ന് സൂപ്പർ ശരണ്യ ഷൂട്ട് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു ക്രൗഡിൻ്റെ ഉള്ളിരുന്ന് ഞാൻ വളരെ വ്യക്തിപരമായിട്ടാണ് ഇതിനെ എടുക്കുന്നത്. അങ്ങനെ അപ്പോൾ എനിക്കത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി റീ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പ്രേമം പ്രേമം പ്രേമം. അത് നമുക്ക് എല്ലാവരും എല്ലാ വർഷവും റീ റിലീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിപ്പോൾ TV-ൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങൾ ഈ മൂവീസിൽ TV തുറക്കാൻ പറ്റില്ല. പ്രേമം പ്രേമം പ്രേമം. പക്ഷേ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തു. അത് മാത്രമല്ല ചെന്നൈയിൽ 250 ദിവസം ഓൾറെഡി അത് ചെന്നൈയിൽ കണ്ട ഒരാളും കൂടിയാണ് ഞാൻ. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞ എസ്കേപ്പ് എന്ന് പറഞ്ഞ സത്യത്തിന്റെ ആ തിയേറ്ററിൽ എല്ലാ വർഷവും വാലന്റൈൻസ് ഡേക്ക് ആ ഒരു ആഴ്ച അവർ റിലീസ് ചെയ്യാറുണ്ട്. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവിടെ 1-2 പ്രാവശ്യം ഞാൻ പോയിട്ടുമുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ നിവിൻ്റെ ഫാൻസ് ഈ ഇറങ്ങുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നൊരു പടമാണ് തട്ടത്തിമറയത്തും പ്രേമവും എല്ലാം റിലീസ് ചെയ്യാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് റിലീസ് ചെയ്തോളൂ. അത് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. എനിക്ക് കാണണമെന്ന് തോന്നുന്ന പടം ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ് കാരണം ഞാൻ എൻ്റെ ഈ +2 ഓർമ്മകൾ ഫുള്ള് പാട്ട് കേട്ടാ. അപ്പം +2 ക്ലാസ്മേറ്റ്, ഞാൻ ക്ലാസ്മേറ്റ് +2 പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്നത് ഞാനത് തിയേറ്ററിൽ പോയി കണ്ട പടം. ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയി കണ്ട പടമാണ് ക്ലാസ്മേറ്റ്സ്. അന്നത്തെ കാലത്തെ അന്നപ്പോൾ ക്യാഷ് ഒന്നും ഇല്ലാതെ ക്ലാസ് കട്ട് ചെയ്ത് അങ്ങനെ പഠിച്ച കോളേജ് ലൈഫ് ഇപ്പൊ കാണിക്കുന്നതും രസമായിരിക്കും അല്ലേ? അത് ഭയങ്കര ഫ്രഷാണ്. നമുക്ക് അങ്ങനെ പറയുമല്ലോ, ചില സിനിമകൾ നമ്മൾ കോളേജ് പടങ്ങൾ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ കാണുമ്പോൾ നമുക്ക് ഈ ഇങ്ങനത്തെ കോളേജോ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ക്ലാസ്മേറ്റ്സ് അതെ ഇപ്പോഴും ഫ്രഷാണ് സീനുകൾ. ഇപ്പോൾ ചേട്ടൻ്റെ അങ്ങനെ തോന്നുന്ന പടം റിലീസിനാവണമെന്നില്ല. റിലീസ് ചെയ്യാൻ എനിക്കിത് പറയുകയാണെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ മലയാളം ഫോർ ദ പീപ്പിൾ ആയാലും അച്ചുവിന്റെ അമ്മയായാലും ചോട്ടാ മുംബൈ ഇപ്പൊ റിലീസ് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ എന്താണ് അതിന്റെ ആ ഒരു ക്യാച്ചി സംഭവം എന്താണ് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇത് തുടങ്ങിയത് അതെ ചേട്ടാ അതെ ലജ്ജാവതി റിപ്പീറ്റ് ജൂക്ക് ബോക്സ് ഈ ഫോർ ദ പീപ്പിൾ. നമ്മൾ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ ആദ്യമായിട്ട് നമ്മളങ്ങനെ ഈ പാട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്, ഈ ലജ്ജാവതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി കേട്ടുന്ന പാട്ട് ഭയങ്കര വ്യത്യസ്തമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കൂട്ടുകാരൊക്കെ പറയാം ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പാട്ട് ഇറങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായിരുന്നു ആ ഒരു റെസ്പോൺസ് ഫസ്റ്റ് വീക്കൊക്കെ? ആദ്യം കേട്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോർ ദ പീപ്പിളിൽ 4 പേരിൽ ഒരാളായിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് രാജീവ് മേനൻ എന്ന് പറഞ്ഞ ഫിലിം മേക്കറുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് റിസൈൻ ചെയ്തു. ചാൻസ് അന്വേഷണം നടക്കണു, ഒന്നും നടക്കണില്ല. തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നു, വീണ്ടും റിസൈൻ ചെയ്യുന്നു, വീണ്ടും ജോയിൻ. അങ്ങനെ ഒരു 2 വർഷം അങ്ങനെ നടന്നു. അങ്ങനെ റിസൈൻ ചെയ്ത് ചാൻസ് അന്വേഷണം നടക്കുന്ന സമയത്താണ് ഫോർ ദ പീപ്പിൾ വരുന്നത്. അവിടെ വന്നു, ഭയങ്കര ഹാപ്പിയായി, 4 പേരിൽ ഒരാളായി. ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ എത്തിയപ്പോഴേക്കും രാവിലെ എത്തിയപ്പോഴാണ് അറിയണത് ക്യാരക്ടർ മാറി
ഇൻസ്പെക്ടറുടെ റോളാണ്. അപ്പോൾ നമുക്ക് ടെൻഷനായി. കാരണം കമ്മീഷണർ ഓഫ് പോലീസ് നമ്മൾ കമ്മീഷണർ ഓഫ് പോലീസോ ഏത് കോളേജ് സ്റ്റുഡൻറ്റിന് കമ്മീഷൻ. ഞാൻ ജയരാജ് സാറിൻ്റെ അടുത്ത്, സർ കമ്മീഷണർ ഓഫ് പോലീസ്, എൻ്റെ ഏജ് അത് ശരിയാണ്, ഒരു മിനിറ്റ്. എന്നിട്ട് ആരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കറക്റ്റ്. ഞാൻ പറഞ്ഞു SP ആക്കാം. ഇങ്ങനെയാണ് തുടക്കം. അപ്പോൾ ഇത് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാനില്ല. അപ്പോൾ അവിടുത്തെ ടോക്ക് എന്താ വെച്ചാൽ ഈ SP ക്യാരക്ടർ ഇവരെയൊക്കെ പിടിക്കേണ്ട റോളാണ്. അത് ബ്ലസ്സിയേട്ടനാണ് അസോസിയേറ്റ്. ബ്ലസ്സിയേട്ടൻ. ഇപ്പം എൻ്റെ പേര് സുനിൽ എത്ര ഹൈറ്റ് എത്ര? 5'8". ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു 5'8" ഉണ്ട് സർ, ഉണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് എനിക്ക് നോക്കിയപ്പോൾ അവസാനം ആർക്കും കോൺഫിഡൻസ് ഇല്ലാതെ ജയരാജ് സർ എന്നെ വിളിച്ചിട്ട് ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം, അപ്പം നമ്മൾ വളരെ ആവേശത്തോടു കൂടി വന്നിരിക്കുക. ജയരാജ് സർ പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നാളെ രാവിലെ ഷൂട്ട് തുടങ്ങി. ഞാൻ റൂമിൽ ചെന്നപ്പോൾ ഇതുപോലെ ക്യാമറമാനും അസിസ്റ്റൻസും ഡയറക്ടറും അസിസ്റ്റൻസും പ്രൊഡ്യൂസറും ഫ്രണ്ട്സും സാബു ചേട്ടൻ എല്ലാവരും, ജയരാജ് സർ ഒരു മൂലയ്ക്ക് നിന്നിട്ട് ഒരു ഡയലോഗ് തന്നിട്ട് എന്നിട്ട് ഞാൻ അന്ന് എന്തോ ചെയ്തു. വീണ്ടും പുള്ളി വന്നിട്ട് പറഞ്ഞു ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, സ്ട്രിക്റ്റാണ്, അതാണ് വേറൊരു തരം വേറെയും എന്തോ ചെയ്തു. ഇത് കഴിഞ്ഞ് അറിയില്ലല്ലോ നമ്മളുണ്ടോ ഇല്ലേന്ന്. പിറ്റേ ദിവസം പൂജ ലോഡ്ജുണ്ട് തൃപ്പൂണിത്തുറ, അവിടെയാണ് താമസിച്ചിരുന്നത്. ഇവരെല്ലാവരും ഷൂട്ടിന് പോയി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ഉച്ചയ്ക്ക് കോൾ വരും. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഈ പോലീസ് റോളിന് വേണ്ടിയിട്ട് ഏതൊരു വലിയ നടനെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതും പോയി. അപ്പോൾ ഞാൻ പിന്നെ ഈ രാജീവ് സാറിനെ വിളിച്ചിട്ട് ഞാൻ എന്ത് പറയും, വലിയ ഡയലോഗ് അടിച്ചിട്ട് വന്നിരിക്കുക, സാർ ഇത്തവണ ഞാൻ ഇതാക്കുന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ഷൂട്ടില്ല. അപ്പോഴാണ് ജാസി ഗിഫ്റ്റിനെ കാണുന്നത്. ജാസി ഗിഫ്റ്റ് വന്നിട്ട് എന്തിന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി പുള്ളി. ഞാൻ പറഞ്ഞു അങ്ങനെ അഭിനയമായിട്ട് തന്നെ. എന്നിട്ട് പുള്ളി വാക്ക്മാനിൽ പുള്ളി ഒരു റഫ് ട്രാക്ക് ഇതിൻ്റെ കേൾപ്പിച്ചു വന്നു. അപ്പം ഞാനിത് കേട്ടപ്പോൾ ഇപ്പോൾ ലജ്ജാവതിയുടെ റഫ് ട്രാക്കാണ് എന്ന് വെച്ചാൽ മ്യൂസിക് പ്രോപ്പറായിട്ടില്ല ഇതില്ല. ജാസി ഗിഫ്റ്റ് ഇദ്ദേഹം തന്നെ പാടിയിരിക്കുന്നു. ആ വാക്ക്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുള്ളൊരു വാക്ക്മാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ ഒരു അപ്പോൾ ഇത് റഫ് ട്രാക്കാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് അപ്പം ഞാൻ ജയരാജ് സാറിൻ്റെ പടത്തിന് മുമ്പുള്ള പടങ്ങളുടെ പാട്ടുകളും ഈ നമ്മുടെ ദേശാടനം പല പടങ്ങളും പൈതൃകവും ഇതൊക്കെ അതിങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോയി. അവസാനം ഇത് ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ആദ്യം ഇദ്ദേഹം പോട്ടെ ഞാൻ ഇതിലുണ്ടോയെന്ന് അറിയണമല്ലോ. വൈകുന്നേരം വന്നപ്പോൾ അവർ പറഞ്ഞു നാളെ കൺഫേം ആണെന്ന് പറഞ്ഞു ഷൂട്ട്. അതോടെ അത് ക്ലിയറായി. അപ്പോൾ സമാധാനമായി. ഞാൻ ജയരാജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഞാൻ ജാസിനെ കണ്ടിട്ടുണ്ട്, ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ മ്യൂസിക് നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു യുണീക്ക് സൗണ്ട് ഒരു അതാരാണ് പാടാൻ പോണത്? അദ്ദേഹം തന്നെ. ഞാൻ പറഞ്ഞു ശരി. എന്നിട്ട് പുള്ളി പറയാൻ തോന്നിയില്ലേ? ഞാൻ പറഞ്ഞു എന്ത്? ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് മാജിക് എന്ന് പുള്ളി പറഞ്ഞ കാര്യം. അന്നേ പുള്ളിക്ക് ആ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണ് ഞാൻ കേട്ടത്. അതൊരു സംഭവമായിരുന്നു. അതെ ഇപ്പൊ നമുക്ക് നമ്മളതുമായിട്ട് ഞാൻ പറഞ്ഞു ജഡ്ജ്മെന്റ് ജയരാജ് സാറിന് പെട്ടെന്ന് ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് മാജിക് എന്ന് പറഞ്ഞു. ഞാൻ ശരി ഓക്കെ ആയിരിക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഒട്ടും അഭിനയിക്കാൻ എന്നെപ്പോൾ അപ്കമ്മിങ് ഒരാളെന്നെ ആദ്യത്തെ പടത്തിൽ എൻ്റെ SP ആയിട്ട് കാസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ച് ജയരാജ് സാറിന് ചിലപ്പോൾ ജഡ്ജ്മെന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. ആ പടത്തിന് ധീരെന്ന് പേരിടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഫോട്ടോയും പോസ്റ്ററും പുതിയ മ്യൂസിക്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹം ചിന്തിച്ചത് കൊണ്ടാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് പല ഡയറക്ടേഴ്സിനെ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, കുറേ പേരെടുത്ത് പോയി കുറേ പേര് ഇങ്ങനെ എന്താണ് ക്യാമറ വർക്ക് ഇത്ര മോശമാണോ, എന്തിനാടോ താൻ ചിലവർ കൺസേൺ കൊണ്ട് എന്തിനാടോ രാജീവിൻ്റെ അസോസിയേറ്റ് ആയിട്ട് തന്നെ അഭിനയിക്കാൻ വരുന്നത് പറഞ്ഞ് ഞാൻ പിന്നെ ക്യാമറമാനാണെന്നുള്ള പറയൽ നിർത്തി. ഞാൻ എന്ത് ചെയ്യണു, ഞാൻ ഇങ്ങനെ ചാൻസ് നടക്കണം. കാരണം ഇത് ഇനിയിപ്പോൾ അതാണോ പ്രശ്നം? ഇദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഫോട്ടോസൊക്കെ കൊടുത്ത ടീം പറഞ്ഞു. അപ്പോൾ അന്ന് രമചേച്ചി ഉണ്ട്, ജയനാഥൻ ചേട്ടൻ്റെ മകൾ രമചേച്ചിയും സതീഷ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തും, ഇവരൊരു ആഡ് ഏജൻസി നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ പലവരുടെ അടുത്തും ഫോട്ടോസ് കൊടുത്ത് അവരുടെ അടുത്തും കൊടുത്തു. അവരാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം സതീഷ് പറഞ്ഞു ഇങ്ങനെ ഇയാളുടെ പേര് സുനിൽ എന്നാണ്. ഓക്കെ ഇയാളൊരു ക്യാമറമാനാണ്, രാജീവ് മേനൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ ജയരാജ് സാർ എടുത്തത് ഒരു ക്യാമറമാന് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അയാളൊന്ന് കാണാം. അദ്ദേഹം അത് ഓപ്പോസിറ്റായി ചിന്തിച്ചത് കൊണ്ടാണ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം വല്ലവരെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഐ എം നോട്ട് ഇൻ ഫോർ ദ പീപ്പിൾ അല്ല ഞാൻ പറയാ. ഒരു ജയരാജ് സാറിന്റെ ഫിലിമോഗ്രഫി അതൊരു സൈക്കോസിന്റെ. അതെ ഞാനാ മറ്റേ ഇപ്പൊ ഈ സാത്താൻ സേവയൊക്കെ ഇപ്പൊ ഭയങ്കര ഫ്രഷ് സബ്ജക്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് അത് ചെയ്തു കഴിഞ്ഞു അവിടെ. അത് ദേശാടനം ചെയ്ത ആള്. അതെ അതാണ് നമുക്ക് ആ ഷിഫ്റ്റ് അങ്ങനത്തെ ദേശാടനം ചെയ്ത് ഹിറ്റ് കൊടുത്ത്. ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയം ലോകം മുഴുവൻ,
അപ്പോൾ ക്ലബ് ഹൗസ് ഭയങ്കര ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പം ആ ക്ലബ് ഹൗസിലൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ജാസിയേട്ടൻ ഇതിൻ്റെ അകത്ത് ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിക്കുകയാണ്, പുള്ളിക്ക് വേണ്ടി ഒരു നല്ലൊരു മെലഡി പാടുക. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് ആൾക്കാർ പാട്ടൊക്കെ പാടുന്നുണ്ട്, അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഒരു മെലഡി പാടണം. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കറിയാം പുള്ളിക്ക് വേണ്ടി ഒരു മെലഡി. അപ്പോൾ ഞാനൊരു മെലഡി പാട്ട് പാടാം പുള്ളിക്ക് വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ പാടിയതാണ്. കേൾക്കാത്ത ദൂരത്ത് കേൾക്കാൻ കൊതിപ്പിച്ച് കൊഞ്ചാതെ കൊഞ്ചി നീ മെല്ലെ മെല്ലെ, കാണാതിരുന്നപ്പോൾ നെഞ്ചോട് ചേർത്തെൻ്റെ കവിളത്ത് കുറിയിട്ടു മെല്ലെ മെല്ലെ, മുത്തായ മുത്തൻ്റെ മണിമുത്തെന്ന് മുത്തിക്കുറിച്ചു നീ മറുവാക്കുകൾ, കാതായ കാതൊക്കെ കേട്ടെങ്കിലോ അത് നാടാകെ പാട്ടാകും ചൊല്ലുമെല്ലേ, നിന്റെ മിഴിമുന കൊണ്ടെന്റെ എന്ത് രസമുള്ള അതും അതെ, കണ്ണാടി പുഴയിലെ അതും അത് പുള്ളി അന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ ഒരു സമയത്ത് നമ്മളൊരു 10ാം ക്ലാസ് 11ാം ക്ലാസ് ആ ഒരു സമയത്തല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ പുള്ളി പറയും, ഇത് നിങ്ങൾക്ക് ഈ പാട്ടിൻ്റെ വില ഇന്നറിയില്ല, നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ. ആ പുള്ളിയുടെ വാക്ക് കറക്റ്റായിരുന്നു. ഇതിൽ അറിയുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഫോർ ദ പീപ്പിളൊക്കെ ഇറങ്ങിയതേ ഫസ്റ്റ് വീക്കൊക്കെ എന്തായിരുന്നു ഒരു മൊത്തം റെസ്പോൺസ് സിനിമയുടെ? ഫസ്റ്റ് വീക്കിൽ തന്നെ, ഫസ്റ്റ് ഷോയിൽ തന്നെ അത് ജനങ്ങൾ തിയേറ്ററിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ 2-3 ദിവസത്തിൽ തന്നെ എനിക്ക് പാട്ട് ഭയങ്കര ഹിറ്റായതുകൊണ്ട് അത് ആദ്യം തന്നെ ഒരു മലയാളി ഓഡിയൻസിനൊരു പുതുമയായിരുന്നു. ഈ തിയേറ്ററിൽ മറ്റേ മുകളിൽ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യല. എനിക്ക് പിന്നെ ആ പടം നേരത്ത് ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ പടം കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നിലിരുന്നിരുന്നവർ നേരത്തെ പടം കണ്ടിട്ടുണ്ട് തലേ ദിവസം. 2ാമത്തെ ദിവസമായിട്ട് ഞാൻ കാണാൻ, ആദ്യ ദിവസം കണ്ടിരുന്നു, 2ാം ദിവസം തൃശ്ശൂരിൽ നിന്ന്, ആദ്യ ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് കണ്ടു. തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ആദ്യ ദിവസം എറണാകുളത്ത് നിന്ന് തിയേറ്ററിൽ പടം കാണുന്നതിന് മുമ്പ് ഞാൻ നേരെ, പടം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നേരെ ഓടി തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിലേക്ക് പോയി ആ സ്റ്റേജിൻ്റെ അവിടെ നിന്നിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ഓഡിയൻസും അവർക്ക് തന്നെ അറിയില്ല, ഞാൻ എന്നിട്ട് പോയിട്ട് ഇരുന്നിട്ട് പടം കണ്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൃശ്ശൂർ രാംദാസിൽ വെച്ചിട്ട് പടം കാണാൻ നേരത്ത് എൻ്റെ എൻട്രി വരുന്നതിൻ്റെ മുമ്പ് വേറൊരുത്തും പറയുക പിന്നിൽ നിന്നിട്ട്, ഇപ്പോൾ ഒരു തെണ്ടി കയറി വരും. ഞാൻ എനിക്ക് മനസ്സിലാവണില്ല ഇതെന്താ. അപ്പോൾ ഇത് എന്താ വന്ന് പിന്നെ തെറിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ, ഞാനത് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള അപ്പോൾ കൂടെയുള്ള പറയാ, എടാ നീ ഒന്ന് നോക്കിക്കോ, ഒരാഴ്ച കഴിഞ്ഞാൽ ഈ എൻട്രിക്ക് ക്ലാപ്സ് വരും. ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം, ദാറ്റ് മീൻസ് ആ ക്യാരക്ടറിനെയും ജനങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത്. കാരണം ഇവരെ പിടിക്കാൻ ജനങ്ങളുടെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ് ഈ 4 പേര്. ഇയാളെ പിടിക്കാൻ വരുന്ന ഒരാളാണല്ലോ ഇയാൾ. പക്ഷെ അതാണ് ഒരു ഈ ഭയങ്കര ഹിറ്റ് പടങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നായകനെ ഇഷ്ടാവും, വില്ലൻ, എല്ലാ ക്യാരക്ടേഴ്സിനും ഇഷ്ടാവും എന്ന് പറഞ്ഞ ഒരു ഫോർ ദ പീപ്പിൾ. ഞാൻ ഫോർ ദ പീപ്പിളിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ +2 പഠിക്കുകയാണ്. +2ൻ്റെ പരീക്ഷ സമയത്താണ് ഫോർ ദ പീപ്പിൾ ഇറങ്ങുന്നത്. ഫെബ്രുവരി അല്ല, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ആണ്, സെക്കൻഡ് ഇയർ ആണല്ലോ. അപ്പൊ ഈ എക്സാം കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പൊ കാണാൻ പറ്റുന്നില്ല. നമുക്ക് സ്കൂള് ക്ലാസ് കട്ട് ചെയ്ത് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എക്സാമാണ് എന്നുള്ള പ്രശ്നം കാരണം ഫൈനലി അല്ലല്ല അവസാനത്തെ എക്സാം കഴിഞ്ഞ് നമ്മുടെ +2 കഴിയാണ്. ഇനി നമ്മൾ ഇവരൊന്നും കാണില്ല എന്നുള്ളതാണ്. നമ്മൾ ഫോർ ദ പീപ്പിൾ കണ്ട് ഡാൻസ് ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ പിരിയുന്നത്. അതൊരു മെമ്മറബിൾ സംഭവം. ഇനി അതുപോലെ സാഹസത്തിനും എല്ലാവരും എൻജോയ് ചെയ്തു. ഇപ്പം പറഞ്ഞല്ലോ തിയേറ്ററിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തു, അതുപോലെ അങ്ങനത്തെ എന്തൊക്കെ മൊമെന്റ്സ് ആയിരിക്കും സാഹസത്തിൽ നമ്മൾ തിയേറ്ററിലെ? എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തിയേറ്ററിൽ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സിനിമയായിരുന്നു അത്. അൺഡൗട്ട്ഫുള്ളി അല്ലേ, അതായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കുറേ വിഷയങ്ങളുണ്ട് പടത്തിൽ, കുറേ ക്യാരക്ടേഴ്സും, എല്ലാവർക്കും ഓരോ സ്റ്റോറീസും, എല്ലാവർക്കും അതിൻ്റെ ഹ്യൂമറും, പാട്ടുകൾ ലിങ്ക് ചെയ്ത് പോയി കുറേ പല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിനും ഈ ഇവരുടെ ട്രാക്കുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ ബന്ധമുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോൾ ഞാൻ വേറൊരു ദൗത്യം, ഞാൻ ഒരു നാർക്കോട്ടിക്സ് ഓഫീസറാണ്, വളരെ സ്ട്രിക്റ്റാണ് വർക്കിൽ. എന്നാൽ ഇയാളുടേതായ പ്രശ്നങ്ങളുണ്ട്. പേഴ്സണൽ ക്യാരക്ടർ ഭയങ്കര വീക്കാണ്.
ഭാര്യനെ ഭയങ്കര സംശയമാണ്. ഇയാളുടെ പ്രശ്നങ്ങൾ വേറെയാണ്. അവിടെ ഡോൺ ഉണ്ട്, അവരെ പിടിക്കണം, അതൊക്കെ ഓക്കെ. എങ്ങനെ സംശയമില്ലാതിരിക്കും. ഇവിടെ അതിപ്പോൾ പറയണ്ട, അതിൽ വേറൊരു സംഭവമുണ്ട്, അതിപ്പോൾ പറയണ്ട. അതെ, സുമുഖനും സുശീലനുമായ ചില ആൾക്കാരുണ്ടാകുമ്പോൾ എങ്ങനെ സംശയം ഉണ്ടാതിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പല അപ്പോൾ എൻ്റെ ഒരു ട്രാക്ക് വേറെ, അത് ഇവരുടെ ഒരു ട്രാക്ക് വേറെ, ഇതല്ലാണ്ട് 2-3 ബൈജു ചേട്ടൻ്റെ ട്രാക്ക് വേറെ, ഇതെല്ലാവരും കൂടി ബന്ധമില്ലാണ്ട് ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് സ്ക്രിപ്റ്റിൻ്റെ ഇടയിൽ വന്നിട്ട് അങ്ങനെ ത്രെഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് റൈറ്റിംഗ് ആണ്. ഈ കൺഫ്യൂഷൻ കോമഡി എന്ന് വിളിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ കൺഫ്യൂഷൻ ഒന്നും മാറ്റാൻ പറ്റില്ല, ഒരു സീനും മാറ്റാൻ പറ്റാത്തൊരു ചില സ്ക്രിപ്റ്റില്ലേ, അത് അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അത് ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ വീണ്ടും ജനങ്ങളെ കാണാൻ ആകർഷിക്കാവുന്ന രീതിയിലത്തെ ഒരു ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു പടമാണ്. ഹ്യൂമറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹ്യൂമർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതും ആ ക്യാരക്ടേഴ്സിന്റെ വേർഡ് ഹ്യൂമർ ഒന്നും അല്ല, പക്ഷേ ജെന്യുവൻ അല്ലല്ല, സിറ്റുവേഷണൽ ഹ്യൂമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഈ റംസാനൊക്കെ എന്താ ചെയ്തേക്കുന്നത്? റംസാൻ ഞാൻ സജിൻ അങ്ങനെയുള്ള ഇപ്പം വർഷയില്ല, പിന്നെ ആൻ സലീം, ഹരി ശിവറാം എന്ന് പറഞ്ഞ നമ്മുടെ പിന്നില്ലേ കാർത്തിക് ജിങ്കാനിലൊക്കെ ഉണ്ടായിരുന്നു. കാർത്തിക് നമ്മുടെ പിക്കപ്പ് ലൈൻ പറയുന്ന കാർത്തിക്, അങ്ങനെയുള്ള കുറെ കാർത്തിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈജു ചേട്ടൻ്റെ ഒരു ഗ്യാങ്ങിൽ പെടുന്നതാണ്. ബൈജു ചേട്ടൻ്റെ ഗ്യാങ്ങിൽ പെടുന്നതാണ് ഭഗത്ത്, കാർത്തിക്, ബൈജു ചേട്ടൻ, അങ്ങനെ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഒരു IT പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇനി പറഞ്ഞു റംസാന്റേതായ പലരുടേതായ പ്രശ്നങ്ങൾ. എന്റെ ക്യാരക്ടറിന് വേറെ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോകുന്ന ഒരാള്. ബാബുവാനി ചേട്ടൻ ആരുടെ കൂടെ, വില്ലന്മാരുടെ കൂടെ ആണോ? ഞങ്ങൾക്ക് അതറിഞ്ഞാൽ മതി. എനിക്കിപ്പോ സംശയമുണ്ട്. ഞങ്ങൾക്ക് 90 കിഡ്സ് ഞങ്ങൾ ആദ്യം അതാ നോക്കുന്നത്. നല്ല ഇതുവരെ എല്ലാവർക്കും നല്ല റോളാണ് ബാബു ചേട്ടൻ ചെയ്യുന്നത്. ലുക്കൊക്കെ ഇതേ ലുക്ക് തന്നെയാണോ? അല്ലല്ല, ഈ ലുക്കല്ലേ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് മീശ വെച്ച് ചേട്ടൻ്റെ മീശയെ പറ്റി ചോദിക്കാൻ, ചേട്ടന് മറ്റേ ക്ലാസ്മേറ്റ്സിലേക്ക് വരുമ്പോഴേ ആ മീശ ഉണ്ടായിരുന്നോ? അവിടെ വന്നിട്ട് അവർ മീശ വെക്ക അങ്ങനെ പറഞ്ഞാണോ? മീശ ഉണ്ടായിരുന്നു. അല്ല നമ്മുടെ മറ്റേ മീശ ഉണ്ടായിരുന്നില്ല, അല്ല നമ്മളെ ഭയങ്കര ഒരു ചേട്ടന മറ്റേ അച്ചുവിന്റെ അമ്മ, അങ്ങനെ നമ്മുടെ മനസ്സിലെ മെയിനായിട്ട് പതിഞ്ഞിരിക്കുന്ന ക്യാരക്ടറുകൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി എന്ത് ചെയ്യണം. കൃതാവ് ഒന്ന് കുറച്ചും കൂടി ലെങ്ത് ആയിട്ടാണ് ക്ലാസ്മേറ്റ്സിൽ, ഒന്നുമില്ല, ജസ്റ്റ് അന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ ചെന്ന് ഇത് ഓക്കെ എന്ന് തോന്നി, അപ്പോൾ അങ്ങനെ ചെയ്തു. സപ്പോസ് അപ്പോൾ പറയാൻ ലാൽ ജോസർ പറയാം മീശ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പഠിച്ചേനെ. ഇപ്പം നാട്ടിലെല്ലാം അങ്ങ് റീയൂണിയൻ അല്ലേ? അന്ന് റീയൂണിയൻ ആദ്യമായിട്ട് ആഹ്വാനം കൊടുത്ത ചേട്ടനാണ്. അതിൽ അപകടങ്ങൾ ഉണ്ടെന്നും പറഞ്ഞാണ്. കാരണം റസിയ വന്ന് മറ്റേ പുള്ളിക്ക് അതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതെ കുറെ പേര് എന്റെ അമ്മ അല്ല അതിന്റെ ഇടയിൽ മറ്റേ ഇത്തരം റിവീലിംഗ് സീൻ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത. അത് അച്ഛൻ്റെ കഴിഞ്ഞപ്പോൾ ചെയ്ത പടമാണ്. മോർ ദാൻ 5 ചിത്രം ബേസിന് ഷോക്ക് എന്നും പറഞ്ഞ അടികൊണ്ട് മിഷ്കിൻ സാറുമായിട്ട് അങ്ങനെ നേരിട്ട് പരിചയം ഇല്ല. ഞങ്ങൾ കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ കഴിഞ്ഞ സമയത്ത് ആ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മിഷ്കിൻ എന്ന് പറഞ്ഞ ഒരാൾ പടം. ഞാൻ പറഞ്ഞു അപ്പം ചോദിച്ചു ഏത് ഭാഷയാണ്? അയാൾ ഷൺമുഖരാജ എന്നാണ് അയാളുടെ പേര്, തമിഴ് പടമാണ്. ഞാൻ പറഞ്ഞു ഇയാളെന്ത് ഇങ്ങനെ മിഷ്കിൻ എന്നൊക്കെ പേര്, അത് വിട് നീ കഥ. ഞാൻ അച്ഛൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു പടം റിലീസായിട്ടില്ല, അത് സത്യനന്ദിക്കാണ്ട് പടമാണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഈ സമയത്ത് തമിഴിൽ എനിക്കറിയില്ല, അത് പുതിയ പ്രൊഡക്ഷനും പുതിയ ടീമിൽ. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ശരി എന്തായാലും നീ കഥ കേട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ അവൻ ചെന്നൈയിൽ നിന്ന് വരാൻ ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് അല്ലല്ല, പുള്ളി നായികമാരെയും കേരളത്തിൽ നിന്നാണ് പുള്ളി സെലക്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇയാൾ വന്ന് കഥ പറഞ്ഞു. കഥ പറഞ്ഞതൊരു സംഭവബഹുലമായൊരു അവസ്ഥ. ഇയാൾ പൊട്ടിത്തെറിച്ച് ഷൗട്ട് ചെയ്ത് രണ്ട് റൂമിൻ്റെ ഉള്ളിലായിരുന്നു. 2-3 തവണ അമ്മ വാതിൽ തുറന്നു വന്നു. കാരണം ഇയാളുടെ ബഹളവും ശബ്ദമൊക്കെ കേട്ടിട്ട് മറ്റേ മുടിയൊക്കെ അങ്ങനെ ആക്കിയിട്ട് അന്ന് മുട്ടയായിരുന്നു, അതോ മീശ വേറെ രൂപത്തിലായിരുന്നു. അപ്പോൾ ഇയാളുടെ നോട്ടം കാണുമ്പോൾ തന്നെ അമ്മ ഞാൻ എന്നിട്ട് പിന്നെ പോയി ഈ സംഭവമായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നിരുന്നു ഞാൻ കഥ പറഞ്ഞു. അല്ല അവസാനം അമ്മ വന്നിട്ട് ചേട്ടനെടുത്ത് ഇവന്റെ പടം ചെയ്യണമെന്നൊക്കെ അമ്മയ്ക്ക് പേടി. ചായ വേണം ഇങ്ങനെ ചായ. പക്ഷേ അത് കഥ കേട്ടപ്പോൾ എനിക്ക് റിജക്റ്റ് ചെയ്യാൻ തോന്നിയില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ അവസാനം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു യു ആർ നോട്ട് മൈ ഹീറോ.
അതങ്ങനെ ഒരു സംഭവം. അങ്ങനെ താനൊക്കെ അതെ, ഞാൻ തന്നെ ഇരുന്ന് ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ 4 റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നിട്ടാണ് ഓക്കെ പറയുന്നത്. കാരണം ആദ്യമായിട്ട് തമിഴിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുക, ഒരു ചാൻസ് കിട്ടും നായകനായിട്ട്, ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ചാൻസ് ഇല്ല. ഇതാണ് അതിൻ്റെ ഒരു ബേസിക്സ്. പിന്നെ നമ്മൾ വേഷം മാറിയിട്ട് രൂപം മാറിയിട്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം വേണ്ടി വരും ചിലപ്പോൾ, അൺലെസ് വലിയ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഓക്കെ. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, നോ യു ആർ നോട്ട് മൈ ഹീറോ, നിങ്ങൾ ഭയങ്കര സോഫ്റ്റാണ്, എൻ്റെ ഹീറോ ഭയങ്കര റഗഡാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാനന്ന് ഈ അച്ഛൻ്റെ അമ്മ ക്ലീൻ ഷേവ് ഒക്കെ ഇട്ടിരിക്കുക, ചെറിയ സ്റ്റബിൾസ് മാത്രം. ഐ നീഡ് സംബഡി ഹൂ ഈസ് റോ ആൻഡ് യുനോ, കണ്ടാൽ തന്നെ 2 എണ്ണം ഇടി. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ താടി മീശയൊക്കെ ഒന്ന് വളർത്തി വെച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞു. യു ട്രൈ ബട്ട് നോ യു ആർ നോട്ട് മൈ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും പടം റിലീസായി കുറച്ച് സമയമുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ താടി മീശയൊക്കെ ഒന്ന് വെച്ച് പോയി. അവിടെ ചെന്നൈയിൽ പോയി 1-1.5 മാസം കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛൻ്റെ അമ്മ ഇറങ്ങി, ഭയങ്കര ഹിറ്റായി, ഭയങ്കര സന്തോഷം. അവിടെ ചെന്നപ്പോൾ പുള്ളി സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ പോലെ വരും. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് നിന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ, അപ്പോൾ ശരിക്കും കാണാനില്ല. ഞാൻ പറഞ്ഞു മിഷ്കിൻ, സുനിൽ യാർ. പുള്ളി യാർ? ഞാൻ പറഞ്ഞു സുനിൽ, പുറിയില്ല. ഞാൻ പറഞ്ഞു സുനിൽ തൃശ്ശൂർ. ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ വന്ന് എന്നിട്ട് ഓടി വന്നു. പുള്ളി നോക്കി, പുള്ളി ഒന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ പിന്നെ സാഹസത്തിൻ്റെ വേറെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ സാഹസം പ്രൊഡക്ഷനെ പറ്റി, ഇത് നമ്മുടെ 21 ഗ്രാംസിൻ്റെ പ്രൊഡ്യൂസറിനെ ആയിരുന്നു റനീഷും. പിന്നെ ഇതിൽ പുള്ളിയുടെ കുറച്ച് വേറെയും ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ കൂടി ഈ ഭയങ്കര യൂത്ത്ഫുള്ളായിട്ട് ഉള്ള കുറേ പുലികൾ, ഐ ടി കക്ഷികളാണ് പലരും. അതിൽ 4 ചിലവർ ലൊക്കേഷനിൽ വരും, ആർക്കും അറിയില്ല ഇവരാരാണ്. അവരൊക്കെ അതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. റനീഷാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത്. ഈ ബിബിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ഡയറക്ടറുടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ചില യൂണിറ്റ് ഉണ്ട് ഈ എല്ലായിടത്തും വളരെ ഫ്രണ്ട്ലി ആയിട്ടും അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത അങ്ങനത്തെ ഒരു ടീമായിരുന്നു. പിന്നെ ബാബു ചേട്ടൻ, യോഗ് ജപ്പി, ബൈജു ചേട്ടൻ, യോഗ് ജപ്പി, ജീവ നായിക ഗൗരി, നമ്മുടെ എൻ്റെ പേരായിട്ട് വരുന്നത് വർഷ. നമ്മുടെ മറ്റേ വെറും വർഷയാണോ? വർഷ. ഈ വെറും വർഷേനെയാണ് ഞാൻ സംശയിക്കുന്നത്. സാഹസങ്ങൾ കാരണം ഇതിലുണ്ട്. ഇതിന് ഭയങ്കര മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. വിപിൻ അശോകാണ്. വട്ടയപ്പം വേണമെങ്കിൽ താട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, അങ്ങനെ വിടുന്ന ഒരു മനുഷ്യൻ കിട്ടിയാ കിട്ടട്ടെ. വിനായകാണ് എല്ലാ പാട്ടുകളും എഴുതിയിരിക്കുന്നത്. 7 പാട്ടുകളുണ്ട്. വിനായക് ശശികുമാറാണ് ചെയ്തിരിക്കുന്നത്. പലരും പാടിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയ പാട്ട് ഫെജോ ആണ് പാടിയിരിക്കുന്നത്. ചേട്ടൻ പാടിയായിരുന്നു ഇതില്? ഇല്ല, എന്നെ പാടാൻ വിളിച്ചില്ല. അതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പറഞ്ഞോളൂ. അപ്പൊ ചേട്ടനിപ്പോ സാധാരണ കാര്യം എല്ലാ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞു. ചേട്ടാ, പിന്നെ ഈ ക്ലാസ്മേറ്റ്സ്, ഇപ്പോൾ ചേട്ടൻ അച്ചുവിൻ്റെ അമ്മ, പിന്നെ ഫോർ ദ പീപ്പിൾ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആളുകളിലെ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കി തന്ന സിനിമ ക്ലാസ്മേറ്റ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, അത് പ്രത്യേകിച്ച് യൂത്തിൽ അങ്ങനെ ഒരു, പിന്നെ അല്ല ക്ലാസ്മേറ്റ്സ് തന്നെ, എസ്പെഷ്യലി ആ പാട്ട് ഭയങ്കര ഇതായിരുന്നു. അച്ചുവിൻ്റെ അമ്മയും ഭയങ്കരമായിട്ട് വിമൻ ഓഡിയൻസ്. 3 വർഷം ഞാൻ നിയമം മാത്രമോ പഠിച്ചെന്നൊക്കെ ഡയലോഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഭയങ്കര വിഷമമായി പോകും. സത്യനന്ദിക്കാടിന്റെ സ്ലീപ്പർ സെൽസ് ഇടിച്ചു കയറിയ നമ്മൾ സിനിമ അങ്ങനെ കാണാൻ പോവാത്ത കുറെ ആൾക്കാർ, സാധാരണ പുറത്തിറങ്ങാത്ത വയസ്സായ ചേച്ചിമാർ, അമ്മൂമ്മമാര്, ചേച്ചിമാരൊക്കെ ഇറങ്ങിക്കണ്ട ഒരു സിനിമയായിരുന്നു. ഇപ്പൊ അതിലെ ഒരു സീൻ ഇപ്പോഴും ഇപ്പം ട്രെൻഡിങ് ആയിട്ടുണ്ട്. മറ്റേ ആരാണ് ബന്ധുക്കളെന്ന് ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ ചേട്ടനോട്. എനിക്ക് അത് സെമിത്തേരിയിൽ വെച്ച് അതിലേക്ക് പോണൊരു രംഗം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡയലോഗ് അടിച്ചിട്ട് ജീപ്പ് ഓടിച്ചിട്ട് കറക്റ്റ് ഓടിക്കുന്നതിന് മുമ്പ് അയാൾ ഒന്ന് പറഞ്ഞു, ചേട്ടാ പ്രൊഡക്ഷൻ്റെ ജീപ്പാണ് അറിയാലോ. ഞാൻ പറഞ്ഞു അറിയില്ല, ഞാനിപ്പോൾ സിനിമയിൽ എൻ്റെ 2ാമത്തെ സിനിമയാണ് പ്രൊഡക്ഷൻ ജീപ്പാണ്. അതുകൊണ്ട് ഒറ്റ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ കിട്ടിയില്ല, നമ്മൾ കറക്റ്റായിട്ട് ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് ഇതാക്കില്ല. അതുകൊണ്ട് ബ്രേക്ക് മാത്രമേ, വേറെ കുഴപ്പം ബ്രേക്ക് ഇല്ല, അതൊന്ന് ശ്രദ്ധിക്കണം. മലയാള സിനിമയുടെ ഒരു പ്രത്യേകത, 100 കോടിയുടെ പടമാണെങ്കിലും വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടാവില്ല. ഉടനെ ഉറവ് ചേച്ചി, അയ്യോ ബ്രേക്കില്ല, ഞാൻ കയറില്ല. ഒരു മീര, ഞാൻ പറഞ്ഞു ചേച്ചി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് കുറേ ഡയലോഗും പറയാണ്ട് ചേച്ചി ദൈവം കൂളായിട്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ അങ്ങനെ. ഞാൻ ഈ സാഹസത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടി പരിപാടികൾ
ഉണ്ട് സാഹചര്യം ഒരുപാട് ഈ പ്രോപ്പർട്ടികളുടെ വണ്ടികളുമായി ഒരു ബന്ധപ്പെട്ട ഇതിലൊരു കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടി ഉണ്ട്, അത് പറയാൻ പാടില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം ടിസ്റ്റായി പോയി. പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും. അല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടികൾക്ക് ചില പ്രത്യേകതകൾ രീതിയിൽ പ്രത്യേകത. modify ചെയ്ത വണ്ടികളുണ്ട്. ഓണാവില്ല, അങ്ങനെ സ്റ്റാർട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതെല്ലാ വണ്ടിക്കും മലയാള സിനിമയിലുള്ളതാണ്. മലയാള സിനിമയല്ല അത്, തമിഴിലും അങ്ങനെയാണ്. സിനിമ അങ്ങനെ. വേൾഡ് സിനിമ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ശരി, ഞാനപ്പോൾ ഒന്ന് നിങ്ങൾ ഇരുന്നോളൂ, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. അല്ലെങ്കിൽ അതെ, ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി വളരെ സാഹസികമായി നമ്മൾ ഷൂട്ട് ചെയ്ത് എൻജോയ് ചെയ്തൊരു സിനിമ ഇറങ്ങുന്നു. തിയേറ്ററിൽ പോയി കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ജോണർ സിനിമയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന തന്നെ നമ്മൾ ജെന്യുവനായിട്ടുള്ളൊരു വിശ്വാസം. ഞാൻ വളരെ എൻജോയ് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പടത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റ്മാർക്കും ഉള്ള ഒരേ ഒരു ഫീലിംഗ് അത് തന്നെയായിരിക്കണം. സോ ഡു വാച്ച് ആൻഡ് എൻജോയ് സാഹസം. അപ്പം ഞങ്ങളെല്ലാം കാണും. ചേട്ടാ, സാധാരണ ചേട്ടനെ കൈ കിട്ടുമ്പോൾ എല്ലാം ചോദിക്കുന്നത് മലരെ പാടാമോ, പിസ്ത സുമ്മാക്കിര. നമുക്കത് വേണ്ട, നമുക്ക് പടക്കളം പിടിക്കാം. പടക്കളത്തിലൊരു പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലിറിക്സ് കാണാപ്പാടാൻ അറിഞ്ഞൂടാ, ഞാൻ എഴുതിയതാണെങ്കിലും പെട്ടെന്ന് ഉള്ളൊരു സാഹചര്യത്തിൽ ഉണ്ടായതാണ്. വിജയബാബു വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായൊരു പാട്ടാണ്. അതുകൊണ്ട് ഞാൻ നോക്കി പാടുന്നു. ഇത് കാണാപ്പാടം പഠിച്ച് ഞാൻ പാടും ഒരു ദിവസം എന്തായാലും. അപ്പോൾ അത് പാടാല്ലേ. വിസില് ബിഗില് കബഡി കബഡി വിസില് ബിഗില് ബോം, വിസില് ബിഗില് കബഡി കബഡി വിസില് ബിഗില് ബോം, റെട്ട ഒരു മൈൻഡ് നമ്പർ ലിട്ട ഫുൾ പവർ ജിഗർ, രണ്ട് കാലും വെച്ച് രണ്ട് കൈയും വെച്ച് കവര് കിഴിഞ്ഞ് തവര് കിഴിഞ്ഞ് ഗ്യാപ്പില് താപ്പില് ലാക്കില് നോക്കിയപ്പോൾ സാക്കില് പോക്കില് ലോക്കില് വീണപ്പോൾ തിക്കല് തപ്പല് വിക്കല് മുക്കൽ നക്കലടിക്കല് ചിക്കലെടുക്കല് തൊട്ടത് നട്ടത് വിട്ടത് സുട്ടത് അട്ടത്ത് വെട്ടത്ത് ഇരുട്ടത്ത് പൊത്തല്, വിസില് ബിഗില് കബഡി കബഡി വിസില് ബിഗില് ബോം 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 ബോം, അടി കാത്ത് നിക്കണ നാക്കിനെ ഇടി ജിഗര് തകര് ഊക്കിനെ, ഏ വേണ്ട ടഡമാലിക്ക ഊക്കില് കിലി സമാന, പിടി പിടിയോ മല്ല പിടി മകാനെ, വേണ്ട ടഡമാലിക്ക ഊക്കില് കിലി സമാന, പിടി പിടിയോ മല്ല പിടി മകാനെ, വിസില് ബിഗില് കബഡി കബഡി വിസില് ബിഗില് ബോം, വിസില് ബിഗില് കബഡി കബഡി വിസില് ബിഗില് ബോം. ഇനിയുണ്ട് പാട്ട്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാടിയുള്ളൂ. ഇതെങ്ങനെ എഴുതിയേട്ടാ ഇത്? മറ്റേ പരസ്പര ബന്ധമില്ലാത്തൊരു വാക്കുകൾ അങ്ങനെ തന്നെയാണോ അത് പരിപാടി? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടറും വിജയബാബുവും വിളിച്ചിട്ട് പറഞ്ഞു. എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള രാജേഷ് മുരുകേശനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ പിസ്തയൊക്കെ പോലെ പ്രത്യേകിച്ച് റെഫറൻസ് പറഞ്ഞു. പിസ്തയായിരുന്നു റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അർത്ഥമൊന്നുമില്ലാത്തൊരു പാട്ട് വേണം എന്നുള്ളതായിരുന്നു. അങ്ങനത്തെ ഒരു സീക്വൻസ് ആണ്. പടക്കം എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാട്ട് അതെ, ഈ പടത്തിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഓഡിയോ നിങ്ങൾ സ്പോട്ടിഫൈയിൽ കേൾക്കുമ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും പടത്തിലില്ല. അപ്പോൾ അവിടെ ഇവിടെ വരുന്നൊരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ സീക്വൻസ് കണ്ട് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടായിരിക്കണം പ്രത്യേകിച്ച്. കാരണം ആ സീക്വൻസ് അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനത് ഫുള്ളായിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരേണ്ട ഒരു പാട്ടാണ്. പിസ്തയായിരുന്നു റെഫറൻസ്. റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്കാലിറ്റി അല്ല പറഞ്ഞ്, അതിൻ്റെ ലിറിക്കൽ സാധനങ്ങൾ, പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത വാക്കുകൾ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷ് ആദ്യം ഒരു ബീറ്റ് റെഫറൻസ് അയച്ചു തന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ അയച്ചു കൊടുത്തു. ആദ്യം വിസില് ബിഗില് കബഡി കബഡി എന്നുള്ള സാധനം അയച്ചു കൊടുത്തു. അതവർക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം മറ്റേ ആധുനികം വേണമെന്ന് പറഞ്ഞപ്പോൾ അതെ, ഈ അർത്ഥമില്ലാത്ത പാട്ടുകളുടെ ടെക്നിക്ക് എന്താണ്? അതെന്താ അതിന് മീറ്റർ താളമല്ലേ മൊത്തത്തിലൊരു അർത്ഥമുള്ള പോലെ തോന്നുന്നു. അതെ അതെ, നമ്മൾ വലിയ വലിയ അർത്ഥങ്ങളാണെന്ന് തോന്നുന്നു കേൾക്കും. ശരിക്കും പറഞ്ഞതിന് അർത്ഥമുണ്ട് കേട്ടോ. ഇനി ഞാൻ വേറെ പോഡ്കാസ്റ്റിൽ ഞാൻ പറയുന്നത് അർത്ഥമില്ലായിക്കൊന്നുമില്ല. ഇതെൻ്റെ ഭാഷയിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ അർത്ഥം വേണമെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ച് തരാം. അതിനൊരു എപ്പിസോഡ് 40 മിനിറ്റ് എനിക്ക് തന്നു ഈ പാട്ടിന് വേണ്ടി. ഈ പാട്ട് മാത്രമല്ല, പിസ്തയ്ക്കും വളരെ സംശുദ്ധമായിട്ടുള്ള അർത്ഥമുണ്ട്. ഹാക്കി അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഇല്ലേ ഓൾറെഡി? ഹാക്കിങ്ങും പരിപാടികൾ ഒരു കോഴ്സ് ഞാൻ പാസ്സായതാണ്. അതും പാസ്സായി. അത് ഞാൻ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട്, അതായത് ഒരു ശബരീഷിന്റെ കാര്യത്തില് ഞാൻ ഭയങ്കര എവിടെയെങ്കിലും ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കയറി ചെയ്യുന്ന ഒരാളാണ്. പാസ്സായി കളയും. പഠിക്കേണ്ട സമയത്ത് ഒന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ പേടിയായിരുന്നല്ലോ. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറ്റേ അഭിനയം പഠിക്കാൻ പോകാനും എനിക്ക് ഏതെങ്കിലും ഒരു കോളേജ് ചേർന്ന് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഇപ്പോ. എന്താ അല്ലേ? പിന്നെ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് വന്നാലേ, അത് അള്ളി രാമചന്ദ്രനായിരുന്നു. അള്ളി രാമചന്ദ്രനാണോ ഫസ്റ്റ്? അള്ളി രാമചന്ദ്രനാണ് തുടങ്ങുന്നത്. പിന്നെ ഗിരീഷും കൂടി അല്ലേ? അങ്ങനെ അള്ളു വെക്കുക, ഹാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയാണോ ഇഷ്ടം?
ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കിടപ്പുണ്ടായിരിക്കുള്ളൂ. അല്ല ഹാക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര, ഈ ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനത് വേറൊരു ഇന്റർവ്യൂവിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മോഹൻലാലിന്റെ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു കുറെ ആൾക്കാർ. അങ്ങനെ കുറെ ആൾക്കാർ, ഞാനല്ല, പാകിസ്ഥാനിലെ കുറെ ആൾക്കാരായിരുന്നു. അപ്പൊ ഇവിടത്തെ ലോക്കൽ നമ്മുടെ നാട്ടിലെ കുറെ ഹാക്കേഴ്സ് പാകിസ്ഥാൻ ആക്കാട്ടോ. അല്ല ഏത് എന്തോ പാകിസ്ഥാൻ ഇഷ്യൂ ആണത്. അപ്പൊ ഇവിടത്തെ ലോക്കൽ ഹാക്കേഴ്സ് ചേർന്ന് പാകിസ്ഥാനിലെ കുറെ സൈറ്റ്സ് ഹാക്ക് ചെയ്തിട്ട് അതിൽ പടം ഇത് പല ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറെന്തോ ഇതുപോലെ സൈറ്റ്സ് ഈ ഹാക്കേഴ്സ് ചെയ്ത് പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും. അവരിവിടെ ഒരുപാട് ട്രാഫിക് ഉള്ള സൈറ്റ്സ് നോക്കി ഹാക്ക് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ സലീം കുമാറിന്റെ ഒക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ. ഇതൊക്കെ ഈ ഒരു ഇൻസിഡന്റ് ഇതൊക്കെയാണ്. അപ്പൊ ഇത് ഭയങ്കര, ഇതിലൊരു രസമുണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഓരോ ഇൻസിഡന്റും ഹാക്കിംഗ് ബേസ്ഡ് ആയിട്ടൊരു സിനിമ. നമ്മൾ അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ട്. കാരണം ഇതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ എത്രത്തോളം നോക്കേണ്ടി വന്നു ആ പടത്തിന്. അതെന്തായാലും നോക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പൊ കാരണം ഇപ്പൊ ലോജിക്കൊക്കെ തല കീറി പരിശോധിക്കുന്ന സമയത്ത് അതിനേക്കാളും ഉപരിയായിട്ട് ഹാക്കിങ്ങിന്റെ ഒക്കെ ലോജിക്ക് കീറി പരിശോധിക്കുന്ന ലെവലിലൊന്നും പൊതുജനവും എത്തിയിടും. പക്ഷെ അതാണ് ഇതിന്റെ നേരെ ഇത് റിവേഴ്സ് ആണ് ആക്ച്വലി. ഇത് താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് ഇത് താല്പര്യം കൊടുക്കും വേണം, എന്നാൽ ഇത് താല്പര്യമുള്ളവർക്ക് അത് വളരെ 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 മൈനോറിറ്റിയാണ്. ഹാക്കിങ് അത് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ. അതെ അതെ അതെ. അല്ല ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ, മെനകടണം. നമ്മളിപ്പോ അതിനകത്ത് മറ്റേ ഈ ഫിഷിംഗ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, മറ്റേ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അയച്ചു ഹാക്ക് ചെയ്യുന്ന പരിപാടി. അല്ലെ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ മറ്റേ അള്ളി രാമേന്ദ്രനകത്തെങ്കിൽ അയാളെ ഇതാക്കാൻ വേണ്ടി അള്ളു വെക്കുക. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ടെക്നോളജി വന്നപ്പോ ഹാക്ക് ചെയ്യുക. ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഏലിയൻ ആയിട്ടൊക്കെ എങ്ങോട്ടായി പോകുന്നത്? ഈ പറഞ്ഞ പോലെ ഈ ടെക്നിക്കലായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ അള്ളു വെക്കുന്നതിലും. അതെ ഡീപ് ഫേക്ക് നോക്കാം. പക്ഷെ അത് ഓൾറെഡി ട്രൂത്തിൽ വന്നു മോർഫിങ്. അല്ല ഞാൻ പറയട്ടെ, ഡീപ് ഫേക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ പലപ്പോഴും കളിയാക്കപ്പെടുന്ന സിനിമയാണ്. കളിയാക്കപ്പെടുന്ന എനിക്ക് തോന്നുന്നു അതിൻ്റെ ചില അത് യൂസ് ചെയ്ത ചില സംഭവങ്ങൾ, ചില ഏരിയാസ്. പക്ഷെ ആ കോൺസെപ്റ്റ് അവർ അന്ന് അത് യൂസ് ചെയ്തു എന്നുള്ളത് ശരിക്കും പിന്നെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. അത് അവർ അന്നത്തെ സാഹചര്യത്തിൽ അത് യൂസ് ചെയ്തു. ശരിക്കും വലിയൊരു ഡീപ് ഫേക്ക് നിന്ന് നമ്മൾ പറയുന്നു അന്ന് മോർഫിംഗ് എന്ന് പറയുന്നു. അത് ഭയങ്കര ശരിക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത സബ്ജക്ട് എന്താണ്? അടുത്ത സബ്ജക്ട് ആവട്ടെ എന്നിട്ട് പറയാം. സ്ക്രിപ്റ്റ് പറഞ്ഞതിനേക്കാൾ ടെൻഷൻ ആയി സബ്ജക്ട് എന്താന്ന് ചോദിച്ചു. അത് വേറെ ആക്ടിങ് പരിപാടികൾ, പുതിയ പടങ്ങൾ, സാഹസമുണ്ട്. അല്ലാണ്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതിനെപ്പറ്റി പറയാം. ഞാൻ പടം കണ്ടായിരുന്നു, അടിപൊളിയാണ്. ധീരൻ എന്ന് പറഞ്ഞ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. ജങ്കാർ എന്ന് പറഞ്ഞ പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതല്ലാണ്ട് സാഹസം ഇറങ്ങാൻ പോകുന്നു, ഓഗസ്റ്റിൽ ഇറങ്ങാൻ പോകുന്നു. പിന്നെ അല്ലാണ്ട് സി ആദ്യമായിട്ട് മലയാളത്തിൽ ലോഞ്ച് ചെയ്യുന്ന അവരുടെ ഒരു വെബ് സീരീസ്, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ അത് ഓൺ പ്രോഗ്രസ്, എല്ലാം വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാണ്ട് തന്നെ ആഴ്ചകൾക്കുള്ളിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തും. പിന്നെ ഈ തണ്ണീർമത്തൻ ദിനങ്ങളുടെ പരിപാടികളൊക്കെ അന്ന് എങ്ങനെയായിരുന്നു? ഈ പ്രേമമാണെങ്കിലും ഫസ്റ്റ് തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമ്മളിപ്പോൾ സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ തന്നെ ഹിറ്റിലേക്ക് പോകുമായിരുന്നു. ഞാനന്ന് ഗൾഫിലായിരുന്നു, എനിക്ക് അങ്ങനെ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല സിനിമ. പ്രേമത്തിൻ്റെ ഒരുപാട് പറയാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് അത് ഇറങ്ങി, എൻ്റെ 2 പാട്ടുകൾ ആദ്യം തന്നെ ഇറങ്ങി. ആ പാട്ടുകൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടു. ആലുവപ്പുഴയും പതിവായി ഞാനുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ പടം എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ ഇതൊരു എന്തായാലും മോശപ്പെട്ടൊരു പടമല്ല, മിനിമം ഒരു ഓഡിയൻസിലേക്ക് എത്തുന്നൊരു പടമാണെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവുമല്ലോ. അതിറങ്ങി ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ നാട്ടിലുള്ള സിനിമയല്ലാത്ത എൻ്റെ ഒപ്പം പഠിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ ഒപ്പം കളിച്ചു വളർന്ന കൂട്ടുകാരെല്ലാവരെയും വിളിച്ച് എൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് പടം ഇറങ്ങും, അപ്പോൾ നിങ്ങളെല്ലാവരും ടിക്കറ്റ് അപ്പോൾ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു എന്നല്ലാണ്ട് എൻ്റെ നാട്ടിൽ വേറെ ഒന്നും എൻ്റെ തിയേറ്ററുകൾ ഞാൻ അത് റിലീസായ തിയേറ്ററുകളിൽ ഞാൻ പോയി സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ സമയത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ നാട് വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, നോർത്ത് പറവൂർ. അവിടെ അടുത്തുള്ള റിലീസ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൊടുങ്ങല്ലൂർക്ക് പോകണം, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകണം. പറവൂരും റിലീസില്ല, ആലുവയിലും റിലീസില്ല. അതൊക്കെ BC സെൻറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ ശ്രീകാളേശ്വരിയിലാണ് പ്രേമം റിലീസായിരിക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരും കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-12 പേരുണ്ട്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്.
അവരെല്ലാവരും കൊണ്ട് ഞാനിങ്ങനെ കാർ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ശ്രീകാളേശ്വരി അവിടെ ചെന്ന് അവിടെ കാളേശ്വരിയിലേക്ക് പോകാം, നമുക്ക് അവിടെ നമ്മൾ ഒരുപാട് പടം കണ്ട ഒരു ഓർമ്മയില്ല. അവിടെ ചെന്ന് നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസ്, രണ്ടാമത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് പ്രേമത്തിൻ്റെ. അവിടെ ചെന്ന് കാളേശ്വരിയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പ്രേമം ഹൗസ്ഫുൾ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കമ്പി കെട്ടി. ഓക്കെ ശരി, അപ്പോൾ അടുത്ത ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഭയങ്കര നിർബന്ധം ഞാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്നെ കൊണ്ട്, അല്ലാണ്ട് വേറെ ഒരു സ്വാധീനം പോലും ഇവിടെ ചെലുത്തരുതാണ്. ഒന്നൊരു എന്ത് സ്വാധീനം, ഇന്നുമില്ല സ്വാധീനം. ഓക്കെ പോട്ടെ, അപ്പോൾ അത് ഒന്നും പാടില്ല. ഞാൻ ക്യൂവിൽ നിന്ന് ഇവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണം എന്നുള്ള അങ്ങനെ ഒരു നിർബന്ധത്തിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഇത് ഹൗസ്ഫുൾ എന്നുള്ളത് കണ്ടു. അപ്പം മാറ്റിനിയാണ് അവിടെ ചെന്നപ്പോൾ അപ്പം ആ വാച്ച്മാൻ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ചേട്ടാ അടുത്ത ഷോയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞു. ആ തെറി ഞാൻ പറയുന്നില്ല, പുള്ളി എന്നെ നല്ലോണം തെരുവ്. ഈ പടം കാരണം ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഇന്നലെ രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ ഷോ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരു രക്ഷയില്ല, എനിക്ക് വീട്ടിൽ പോകാൻ പാടില്ല, നിനക്കൊന്നും ടിക്കറ്റ് ഇല്ല, ഇറങ്ങി പോടാന്നും പറഞ്ഞ് എന്നെ നല്ലോണം എന്നെ ശരിക്കും ഞാൻ പറഞ്ഞ ചീത്ത ഞാനിപ്പോൾ പറയുന്നില്ല, അത്രയ്ക്ക് പുള്ളി എന്നെ ചീത്ത പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരാളെന്നെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞിട്ട് എനിക്ക് സന്തോഷം. രണ്ട് രീതി, സന്തോഷവും സങ്കടവും ഒരുമിച്ച്. സങ്കടം ഇല്ലായിരുന്നു, എന്തൊരു സങ്കടം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ വണ്ടി കയറിട്ട് മോനെ വിടും, വണ്ടി മോനെ അടുത്ത ബാറിലേക്ക് എന്ന് പറഞ്ഞ് നേരെ അന്ന് സിനിമ വണ്ടിയിലേക്ക് ഉണ്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് പ്രേമം എന്ന് പറഞ്ഞ സിനിമയുടെ. തണ്ണീർമത്തൻ്റെ എങ്ങനെയായിരുന്നു? ഈ പ്രേമത്തിൻ്റെ വലിയ വിജയം ഞങ്ങളെ ഭയങ്കരമായിട്ട്, ഗിരീഷിനെയൊക്കെ എന്നെയും ഒക്കെ എന്തൊരു, അതായത് ട്രെൻഡ് സെറ്റർ ആവുക എന്നൊക്കെ പറയുന്നത്, നമുക്ക് അതുപോലൊരു വിജയത്തിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെയാണ്. പക്ഷേ തണ്ണീർമത്തൻ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ പാട്ട് ഹിറ്റായിരുന്നു. വിനീത് ശ്രീനിവാസൻ ഉണ്ട് സിനിമയിൽ എന്നത് ഒഴിച്ചാൽ ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന, അതായത് ഒരു സിനിമ വലിയൊരു പ്രേമമൊക്കെ നമുക്ക്, ഞാൻ ഫസ്റ്റ് ഷോ ആണ് പ്രേമം. കാരണം എനിക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് പ്രേമം, ഇതൊരു വലിയ വിജയമാവും. പക്ഷെ തണ്ണീർമത്തൻ അങ്ങനെ ആൾക്കാർക്ക് ഒരു വലിയ വിജയം പ്രതീക്ഷിക്കാവുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അന്ന് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പ്രസ് ചെയ്തിട്ട് ഡോറ് ലോക്ക് ചെയ്യുന്നൊരു സിസ്റ്റം, താക്കോല് അങ്ങനെയായിരുന്നു വീട്ടിലെ ഡോറ്. ഞാനും വൈഫും അന്ന് തണ്ണീർമത്തൻ ദിനങ്ങൾ ഇറങ്ങുന്ന ദിവസം ഒന്ന് പോകാനൊക്കെ റെഡിയാണ്. പക്ഷെ കാലത്ത് സാധനം വാങ്ങാൻ വേണ്ടി കുളിച്ചിട്ടൊന്നുമില്ല. ഇത് പ്രസ് ചെയ്തൊന്ന് പുറത്തേക്ക് ഇറങ്ങി ലോക്കായി പോയി ഡോറ്, താക്കോലിനുള്ളിലായി പോയി. ഞങ്ങൾ എടുത്തില്ല താക്കോല്. അന്ന് പടം റിലീസാണ്. ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഭാഗ്യത്തിന് പേഴ്സ് പുറത്തുണ്ടായിരുന്നു, കാറിൽ എന്തോ പേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ വാങ്ങി അവിടെ നിന്ന് കുളിച്ചൊന്നുമില്ല, പത്നിയിൽ പോയിട്ടാണ് ഇത് കാണുന്നത് വേറെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും പേര് അഭിനയിച്ചിട്ടുണ്ട്, ഇത്രയും പിള്ളേർ, അവരുടെ പാരൻസ്, ഞങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ വരുമ്പോൾ കയ്യടി. അപ്പൊ ഇത് ശരിക്കുള്ളതാണോ, ഇത് ചിരിയൊക്കെ ഒരു പിടിയില്ല പത്നിയിൽ കാണുമ്പോ. അത് കഴിഞ്ഞ് എന്നെ പ്രശോഭ് വിജയൻ, ലില്ലിയുടെ ഡയറക്ടറാണ്, അവനാണ് എന്നെ ഇന്റർവെല്ലിന്റെ സമയത്ത് 10 മണിക്ക് എന്തോ ലുലുവിലെന്തോ PVR എന്തോ ഷോ ഉണ്ടായിരുന്നു, വിളിച്ചിട്ട് പറഞ്ഞു 100 ദിവസം ഓടും പടം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗിരീഷിൻ്റെ അവിടെ പറഞ്ഞു 100 ദിവസം ഓടുന്ന പറയണ പ്രശോഭ് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പടം ഷൂട്ട് ചെയ്ത് വൈഫിനെ ഒരു കസിൻ്റെ വീട്ടിലാക്കി. വീട്ടിൽ കയറാൻ പറ്റില്ലല്ലോ, ഞാനും ഗിരീഷും കൂടി വിനീതയിൽ പോയി. അവിടെ പോയപ്പോൾ ഒരു 50% ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കയറണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടുത്തെ പുള്ളി അതിൻ്റെ മാനേജറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ ആണ്, ഞങ്ങളൊന്ന് കയറണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആരാ അതിൻ്റെ ഡയറക്ടർ? പുള്ളിയാണോ ഡയറക്ടർ? അടിപൊളി പടം എന്ന് പറഞ്ഞ് ഷെയ്ക്കുന്നു. അപ്പോൾ ഞങ്ങൾ കയറി, ഒരു 50% ആൾക്കാരുണ്ട്, കയ്യടിയൊക്കെ ഉണ്ട്, എന്നെ തിരിച്ചറിഞ്ഞു ആൾക്കാർ, ഷെയ്ക്കൻ്റെ ഒക്കെ തരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം സെക്കൻഡിന് വീണ്ടും പത്മയിൽ പോയി. അപ്പോഴേക്കും ഫേസ്ബുക്കിലൊക്കെ നല്ല അഭിപ്രായം വരുന്നു. രോമാഞ്ചം എന്ന് പറയില്ലേ, തിരക്ക്, തിരക്ക്, ഭയങ്കര തിരക്ക്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയാൻ പ്രേമം പോലെ ഹിറ്റ്. പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഓഗസ്റ്റ് 8-ാം തീയതി സാഹസം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒന്നും എനിക്ക് വാശി പിടിക്കാനൊന്നും പറ്റുന്നില്ല, അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട്, തിയേറ്ററിൽ കാണാൻ മിസ്സായി കഴിഞ്ഞാൽ അത് OTT വരുമ്പോൾ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ വളം. അതെ, ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള, എന്നാൽ അതിനോടൊപ്പം തന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ആ പേര് പോലെ തന്നെ സാഹസം. ആ ഭയങ്കര ഒത്തിരി അഡ്വഞ്ചറസ് ആണ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ കുറച്ച് അഡ്വഞ്ചർ എന്ന് വിളിക്കാവുന്ന കുറേ കാര്യങ്ങൾ അതിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത് ഭയങ്കര കോമ്പിനേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അഡ്വഞ്ചർ ഹ്യൂമർ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫൺ ഉറപ്പായിട്ടും
അതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 8 തിയേറ്ററിൽ കാണാം. ഓഗസ്റ്റ് 8 തിയേറ്ററിൽ കാണാം. തിയേറ്ററിൽ താങ്ക് യു. അപ്പോൾ ഓഗസ്റ്റ് 8 സാഹസം റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.